ഒരു ബിസിനസ് വിജയിക്കാൻ 5 ആൾക്കാർ വളരെ പ്രധാനമാണ്. ഒരു ബിസിനസ്മാൻ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനൊരു ബിസിനസ്സായി. എനിക്ക് സർക്കാർ ജോലി മതി. ഞാൻ ചോദിച്ചത് എന്താണ്, അല്ല പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ടല്ലോ. ആ കുട്ടി ആ ചെറുപ്രായത്തിൽ ആരാത് പറഞ്ഞു കൊടുത്തത്? നമ്മുടെ നാട്ടിൽ നമ്മൾ പുച്ഛത്തോടുകൂടി അതിഥി തൊഴിലാളികൾ, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ ബംഗാളികൾ എന്നൊക്കെ വിളിക്കുന്നത്, നമ്മുടെ ഒരു സാധാരണ എഞ്ചിനീയറേക്കാളും ശമ്പളം അവർക്ക് കിട്ടുന്നു. എൻ്റെ കയ്യിൽ ധൈര്യമുണ്ട്, എനിക്ക് ബിസിനസ് തുടങ്ങി ജയിക്കാൻ ഒരു ധൈര്യമുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യും? ഈ സ്റ്റാർട്ടപ്പ് നടത്തി വിജയിച്ചും തോന്നുമ്പോൾ ഇത് പൊളിക്കണം. അവിടെ അടി കിട്ടും, ഫെയിലിയർ ഉണ്ടാവും, നാട്ടുകാർ മുഴുവൻ അഗെയിൻസ്റ്റ് ആവും, കടം വാങ്ങേണ്ടി വരും. അപ്പോൾ എവിടെയാണ് ഇവർക്ക് അബദ്ധം പറ്റുന്നത്? എല്ലാ നല്ല വിജയിച്ച പഴയ ബിസിനസ്സുകാരും ഏറ്റവും അവസാനമാണ് നല്ലൊരു ലക്ഷറി കാർ വാങ്ങുക. സത്യമാണ് ഈ സംഭവം, ഇതവിടെ ഉള്ളതാണ്, ബിസിനസിന്റെ ഭാഗമാണ്. പക്ഷെ തുറന്നു പറയാൻ എല്ലാ ബിസിനസ്സുകാർക്കും മടിയാണ്. നമ്മൾ കണ്ടുപഠിക്കണമെന്നേ മമ്മൂക്കനെ ലാലേട്ടനൊക്കെ കിട്ടിയ പൈസ മുഴുവൻ അവരെയാണെന്നുള്ള ചിന്തയിൽ അടിച്ചു പൊളിക്കരുത്. നേരെ പോയി iPhone 17 Pro അല്ല വാങ്ങേണ്ടത്. എനിക്കിത് എൻ്റെ ഓഫീസിലെ ജെൻസിനോട് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ടെന്ന് പറയുമ്പോൾ തന്നെ ഇയാൾ രാജിവെച്ച് പോയി ഞാൻ എന്ത് ചെയ്യും? ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണം അടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ആളുണ്ട്. പാർട്ട്ണർമാരായി ബിസിനസ് തുടങ്ങിയ സുഹൃത്തുക്കൾ പിന്നീട് കാലാകാലം ഏറ്റവും വലിയ ശത്രുക്കളായി മാറുകയാണ്. അവരെല്ലാവരും കൂടി അയാളെ ചോദ്യം ചെയ്യും, ഇവന് വട്ടാന്ന് പറയും. അങ്ങനെ വട്ടാണെന്ന് പറയുന്ന നിമിഷമാണ് അയാൾ വിജയിക്കുന്നത്. ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകണം. അടുത്ത തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ സ്വന്തം ബ്രാൻഡ് തന്നെയാണ്. ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബിസിനസ്സുകാരനാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംരംഭകനായി നാളെ മാറണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടൊരു തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നത്തെ ഒരു സംസാരം, ഈ ഒരു ഇൻ്റർവ്യൂ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകാരപ്പെട്ടേക്കാം. നിങ്ങളൊരു വലിയ ടാറ്റ ബിർള അംബാനിയായി മാറും എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ മുടക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാവും. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് കോച്ചുമാരിൽ ഒരാളായിട്ടുള്ള, അതോടൊപ്പം കോർപ്പറേറ്റ് ട്രെയിനർ ആയിട്ടുള്ള ഷമീം റഫീഖാണ്. ഞാനിപ്പോൾ പറഞ്ഞത് കറക്റ്റ് ആണോ? ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു സംസാരം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇത് കാണുന്നവർക്ക് ഉപകാരപ്പെടുമോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. കാരണം ആരുടെയെങ്കിലും സമയമില്ല. എല്ലാവരും ഇപ്പോൾ റീൽസിൻ്റെ ഒരു കാലമാണ്. 10 സെക്കൻഡോ 30 സെക്കൻഡുള്ള റീൽസിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് ഓരോരുത്തരും ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സംസാരത്തിന്റെ പ്രസക്തി എന്താണ്? കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാന്, നിലവിൽ ഒരു സംരംഭം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പണ്ട് കാലത്തൊന്നും അങ്ങനെ ബിസിനസ്സിൽ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ല. ഓരോരുത്തരും സാധാരണ ഒരു ഡോക്ടർ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം ആരിൽ നിന്നോ പഠിച്ച ഒരു സ്കില്ലാണ് അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത്, അല്ലേ? ഓരോന്നിനും അങ്ങനെയുള്ള പരിശീലനങ്ങളുണ്ട്. പക്ഷേ ബിസിനസ്സിൽ അങ്ങനെയില്ല. ബിസിനസ്സുകാർ പണ്ടും തൊട്ടും കൊണ്ടാണ് പഠിക്കുന്നത്, ചെയ്ത് മിസ്റ്റേക്ക് വരുത്തി തിരുത്തി. അപ്പോൾ കാലം പോയി ചില ആൾക്കാർ, ചിലപ്പോൾ എന്നെ പോലുള്ള നിരവധി ആൾക്കാരുണ്ടാവും അതിനെക്കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് എക്സ്പീരിയൻസ് നേടിയവരൊക്കെ ഇതിലേക്ക് വന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ പോലുള്ള ഫോർമാറ്റ് തീർച്ചയായിട്ടും മറ്റുള്ളവർ സഹായിക്കും. കാരണം ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരിക്കുമല്ലോ നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സഹായിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് ബിസിനസ് വീണ് പഠിക്കേണ്ടതാണ്. ഒരു സൈക്കിൾ ഓടിച്ച് പഠിക്കുന്ന പോലെയാണ്, അല്ലേ? ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ ഫാദർ ഒരു ബിസിനസ്മാനാണ്. ഒരു 30-35 വർഷമായിട്ട് അദ്ദേഹം ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. വലിയ സംഭവമൊന്നുമല്ല. എൻ്റെ നാട്ടിൽ ഒരു ഷോപ്പാണ്, ഒരു ഫ്രൂട്ട്സ് ബേക്കറി, എല്ലാ ഐറ്റംസും. ഹാൻഡ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു പേര്. പക്ഷെ അദ്ദേഹത്തിന് ആരും ഒരു കോച്ചിങ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തോട് പോയിട്ട് നാളെ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകണം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബിസിനസ് കോച്ചിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം എന്താണെന്നായിരിക്കും തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ പഴയ തലമുറയെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കറിയാം അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കാലം മാറി, കോമ്പറ്റീഷനായി, നമുക്ക് മറ്റുള്ളവരെക്കാളും മുന്നിലെത്തണം, പല രീതിയിലാണ്. അപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു കടയുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ അന്ന് കട താങ്കളുടെ ഫാദറിൻ്റെ കട മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് അതിനടുത്ത് നിരവധി കടകളുണ്ടാവും. അപ്പോൾ അവരുമായി പിടിച്ചു നിൽക്കണം, പ്രൈസിംഗ് ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വളരാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു കോച്ചിങ് കിട്ടണം. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന് അദ്ദേഹത്തിന് ഒരു കോച്ച് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണില്ലായിരുന്നു. അപ്പോൾ ആരെങ്കിലും പറയുകയാണ്, സച്ചിൻ്റെ കഴിവാണെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് പറയില്ല, പക്ഷെ ഒരു കോച്ചിൻ്റെ കഴിവും കൂടിയാണ്. അല്ലേ? PT ഉഷ പണ്ട് നമ്പ്യാർ ഓടിച്ചത് കൊണ്ടാണല്ലോ PT ഉഷ ഓടിയത് എന്ന് പറയുന്ന പോലെ ഇന്ന് അതിന് പ്രസക്തിയുണ്ട്. ഇത് എല്ലാവർക്കും വേണം നിർബന്ധമില്ല. ഇപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട് വളരാൻ അറിയാം, അയാൾക്ക് അറിവുണ്ട്, കഴിവുണ്ട്, അയാൾ വളരണം. ഒരു കോച്ചിൻ്റെ സഹായം തേടരുത്. പക്ഷെ അതിനെക്കുറിച്ച് അറിവ് കുറവുണ്ട്, വളരാൻ ആഗ്രഹമുണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കണമെങ്കിൽ തീർച്ചയായും ഏത് കോച്ചിൻ്റെ അടുത്ത് പോകുന്നതിൽ ഒരു തെറ്റില്ല. അപ്പോൾ ഇതിനോട് ചേർത്തൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ എൻ്റെ ഫാദർ ഒരു ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് അന്നും ഇന്നും ഒരു ഷോപ്പാണുള്ളത്.
അതായത് അത് ഒരുപാട് ഷോപ്പുകളിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് തോന്നിയിട്ടുമില്ല. പക്ഷെ ആ ഒരു ഷോപ്പ് കൊണ്ട് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും മാന്യമായിട്ട് അദ്ദേഹം ഞങ്ങളെല്ലാവരും നോക്കി, ഞങ്ങളെയൊക്കെ വളർത്തി, ഞങ്ങളെ പഠിപ്പിച്ചു, ജോലി വാങ്ങി തന്നു. ഏറ്റവും നന്നായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു വലിയൊരു ഒരു വ്യാപ്തിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ബ്രാൻഡാക്കി വളർത്തണം ആഗ്രഹവും തോന്നിയിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ആ രീതിയിലേക്ക് മാറാനായിട്ടൊരു ബിസിനസ്മാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഇപ്പോൾ താങ്കളുടെ ഫാദർ അദ്ദേഹം സക്സസ്ഫുൾ ആണ്. അതെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ, താങ്കളുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം തൃപ്തനുമാണ്. അതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഒരാൾ ഒരു കട തുടങ്ങി, അതുകൊണ്ട് അദ്ദേഹത്തിന് മാന്യമായ ഒരു വേതനമുണ്ട്, അദ്ദേഹത്തിന് നല്ല കാറ് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്, വീട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, അദ്ദേഹം ഹാപ്പി ആണെങ്കിൽ ആ ആളെ നമ്മൾ പോയി മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വേറൊരാളുണ്ട്. ഇപ്പോൾ താങ്കൾ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, താങ്കൾ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനായിട്ട് ഏറ്റെടുത്തു, അടുത്ത തലമുറയാണ്. അപ്പോൾ താങ്കൾക്കൊരു ആഗ്രഹം, ഈ കടയുമായി ഇരുന്നാൽ സാധിക്കില്ല, കാരണം എനിക്ക് വളരണം. അപ്പോൾ ഇതൊരു വിഷനാണ്. എന്താണ്? ഞാൻ തുടങ്ങി വെച്ച സംരംഭത്തിൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടണം എന്ന് വെച്ചാൽ എനിക്ക് കേരളത്തിൽ ഇതുപോലെ ഒരു 100 ഷോപ്പ് തുടങ്ങണം എന്ന ആഗ്രഹമുള്ളിടത്തു നിന്നാണ് ഈ പ്രശ്നം വരുന്നുള്ളൂ. അതായത് വളരാനുള്ള ഒരു മൈൻഡ് സെറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. പണ്ട് നമ്മൾ ഒരു ഷോപ്പുമായി ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇരുന്നാൽ മതി, നമുക്ക് കാര്യങ്ങൾ നടത്താൻ നമുക്കറിയാം, പർച്ചേസ് ചെയ്യാൻ അറിയാം, സെയിൽ ചെയ്യാൻ അറിയാം, കണക്ക് നോക്കാൻ അറിയാം. പക്ഷേ ഈ 100 സ്ഥലത്ത് നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കുമ്പിടിയല്ലല്ലോ, നമുക്ക് എല്ലായിടത്തും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. എംപ്ലോയി, നേരത്തെ നമുക്ക് കടയിൽ എടുത്തു കൊടുക്കാൻ ഒരാളെ മതിയായിരുന്നെങ്കിൽ ഇന്ന് 100 ഷോപ്പ് മാനേജ് ചെയ്യാൻ 100 പേരെ വേണം. അപ്പോൾ ഈ 100 പേര് വരുമ്പോൾ ഇവരെ മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പ്രശ്നമാണ്. 2, ഈ 100 ഷോപ്പ് തുടങ്ങണമെങ്കിൽ ഇതിന് ഫണ്ട് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് പണം കണ്ടെത്തണം, ഈ കടകളിലേക്ക് ഫില്ല് ചെയ്യാൻ നമുക്ക് ആൾക്കാരെ കണ്ടെത്തണം. ഇനി നമുക്കിത് എല്ലാ കണക്കും നോക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സിസ്റ്റവും പ്രോസസ്സും ഉണ്ടാക്കണം. കാരണം നമുക്ക് ഒരു ഷോപ്പിൽ നിന്നുകൊണ്ട് ബാക്കിയെല്ലാം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വളരും. അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്, നമുക്ക് ചർച്ചയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയൊരു പണിയല്ല. ഈ ഒരു ബിസിനസ്മാൻ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതും ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ എല്ലാവരും ബിസിനസ്സിലോട്ട് ഇറങ്ങണമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സമൂഹത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം എന്താണ്? നമുക്കൊരു തൊഴിൽ നേടാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, ഓരോ ആൾക്കാരുടെ സൈക്കോളജി മനസ്സിലാക്കണം. പണം നേടുക എന്നുള്ളത് എങ്ങനെയാണ്? നമുക്കൊരു സെക്യൂരിറ്റി വേണം. അതിന് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ അടിയറവ് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ജോലി തെറ്റില്ല. കാരണം നമുക്ക് കറക്റ്റ് ശമ്പളം കിട്ടും, പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇനി കുറച്ചുകൂടെ പഠിക്കാനൊക്കെ മിടുക്കനാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീറ്റ് എക്സാമൊക്കെ എഴുതി അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ ചാർട്ടർ അക്കൗണ്ടൻറ്റോ വക്കീലോ ഒക്കെ ആയാൽ സെൽഫ് എംപ്ലോയിഡ് ആണ്. അപ്പോൾ അയാൾക്ക് തീരുമാനിക്കാം, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഡോക്ടർ തീരുമാനിക്കുകയാണ്, അന്ന് കാലത്ത് ഞാൻ പണിക്ക് പോകുന്നില്ല, ആരും ചോദിക്കാനില്ല, അയാളുടെ ക്ലിനിക്കാണ്. അപ്പോൾ അയാൾ എത്ര മണിക്കൂറോടെ പണം ഉണ്ടാക്കണം എന്നുള്ളത്, എത്ര മണിക്കൂർ പണിയെടുക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. പക്ഷേ മൂന്നാമതൊരു ഓപ്ഷനുണ്ട്, ബിസിനസ്. അപ്പോൾ ഇവിടെ സ്കില്ലോ നോളജോ ഒന്നും പ്രസക്തിയില്ല. റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടോ, തൻ്റെടമുണ്ടോ, ധൈര്യമുണ്ടോ? ചിലപ്പോൾ ഭാര്യയുടെ കെട്ടുതാലിയോ വീടിൻ്റെ ആധാരമോ കൊണ്ട് വെച്ച് പണയം വെച്ചായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ ഇതിൽ വിജയം പരാജയം അത് കഴിവിനനുസരിച്ചിരിക്കും. അതിൽ കുറേ എഫേർട്ട് ഇടേണ്ടി വരും. ഇനി വേറെ കാര്യമുണ്ട്, കാരണവന്മാരായിട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാമായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും, കുറേ കെട്ടിടങ്ങൾ പണിത് വാടകയ്ക്ക് കൊടുക്കായിരുന്നു അല്ലേ? അതുപോലെ തന്നെ കുറച്ച് വണ്ടികളൊക്കെ എടുത്ത് വാടകയ്ക്ക് കൊടുക്കാം. അങ്ങനെ പണം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ പണം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സൈക്കോളജി, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ്? നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങി അതിൻ്റെ പേരിൽ അറിയപ്പെടണം, അതിലൂടെ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കണം, കുറേ ആഗ്രഹങ്ങളുണ്ടാവും. ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അല്ല, ഇപ്പോൾ നമ്മുടെ ഈ കോച്ചിങ് സെൻ്ററുകൾ അല്ലെങ്കിൽ ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും നമ്മളതിൻ്റെ ഒരു പരസ്യത്തിൽ കാണുന്നതാണ് 100% പ്ലേസ്മെൻറ്റ്. അതായത് അവർ ഒരു ജോലി വാങ്ങിക്കൊടുക്കും, എന്നാൽ ആ ജോലി കൊടുക്കുന്ന ഒരു സംരംഭകനാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്ക് ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്തിയിട്ടില്ല. ശരിക്കും അത് അങ്ങനെ വരേണ്ടതല്ലേ? അത് കറക്റ്റ് പോയിന്റാണ് താങ്കൾ പഠിച്ചത്. ഹിറ്റ് ഓൺ ദ നെയിൽ എന്ന് നമ്മൾ പറയും. ഞാൻ ഈ അടുത്ത് കുറച്ച് നാളായിട്ട് സംസാരിക്കും. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ, ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും എംപ്ലോയി ആയാൽ ആരാണ് തൊഴിൽ കൊടുക്കാൻ ഇവിടെ ഉള്ളത്? നമ്മൾ ഗവൺമെൻറ് ശരിക്കും ഒരു തൊഴിൽ ദാതാവല്ല. അപ്പം തന്നെ PSC എക്സാമൊക്കെ എഴുതിയിട്ട് ആർക്ക് കിട്ടുന്നത്? അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, MBA കോളേജ് ആവട്ടെ, 100% പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിലെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ 50% ഞങ്ങളിലൂടെ പഠിച്ചവർ സംരംഭകരായി, 50% ഞങ്ങൾ ജോലി കൊടുത്തു? വേണ്ട. ആ കൊല്ലം പരസ്യം കൊടുക്കുമ്പോൾ പറയുക 5 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ 20% ആൾക്കാർ അല്ലെങ്കിൽ ഇത്ര പേർ, 1000 പേർ ബിസിനസ് തുടങ്ങി എന്ന് പറയുമ്പോഴാണ് ഇവർ വിജയം. പക്ഷെ അതൊരു കൾച്ചറാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ട്രഡീഷണലി നമ്മുടെ പാരൻസൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നത് എന്താ? നന്നായി പഠിച്ചോ മോനെ ജോലി കിട്ടും. അപ്പം നമ്മളെ പഠിപ്പിക്കുന്നതും ഒരു സൊസൈറ്റി പ്രേരിപ്പിക്കുന്നതും ജോലിക്ക് വേണ്ടിയിട്ടാണ്. നന്നായി പഠിച്ചോ മോനെ നമുക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാം എന്ന് പറയില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ റിസ്ക് ആണ്. ഇനി അതിന് വേറൊരു കൾച്ചർ കൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ
ഒരു സംരംഭം, ഒരു നല്ല ജോലിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ആ ജോലി കളഞ്ഞിട്ട് അയാൾ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ സമൂഹവും കുടുംബവും കൂട്ടുകാരും എല്ലാവരും ഒറ്റപ്പെടുത്തും. അവരെല്ലാവരും കൂടി അയാളെ ചോദ്യം ചെയ്യും, ഇവന് വട്ടാന്ന് പറയും, ഇവന് വട്ടാന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വട്ടാണെന്ന് പറയുന്ന നിമിഷമാണ് അയാൾ വിജയിക്കുന്നത്. കാരണം അയാൾ എന്തിനോ തുടക്കം കുറിക്കുകയാണ്. പക്ഷെ ഇതേ ആൾക്കാർ ശ്രദ്ധിച്ചോളണം, അയാൾ വിജയിച്ചു കഴിയുമ്പോൾ പറയും ഇവൻ പണ്ട് പുലിയെ, എനിക്കറിയാം മോട്ടിവേഷൻ കൊടുത്ത ആളായി അല്ലെ, ആളുകൾക്ക് ക്രെഡിറ്റ് എടുക്കാനാണ് ക്രെഡിറ്റ് എടുക്കാൻ. അപ്പൊ ഇത് നിരുത്സാഹപ്പെടുത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംരംഭത്തിലേക്ക് പലരും ഇറങ്ങുന്നത്. പക്ഷെ അങ്ങനെ ഒരു തലമുറ ഇറങ്ങിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കും? ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ എടുത്താൽ എല്ലാവർക്കും വിദേശത്ത് പോകണം. പണ്ടൊക്കെ നമ്മൾ തൊഴിലിനാണ് പോയിരുന്നത്, അത് ഇപ്പൊ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയും, പഠിക്കാനാണ് പോകുന്നത്. അപ്പൊ ഇതിന് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് കോട്ടയം ആ ബെൽറ്റൊക്കെ എടുത്ത് നോക്കി, നിങ്ങളുടെ നാട്ടിലൊക്കെ പത്തനംതിട്ട ആ ബെൽറ്റിലൊന്നും ആരും ഇല്ല വീട്ടില്. നമ്മൾ ജപ്പാൻ പോലെ പ്രായമുള്ളവരുടെ ഒരു സംസ്ഥാനമായിക്കൊണ്ടിരിക്കുക. ചെറുപ്പക്കാർ മുഴുവൻ ഇവിടെ നിന്ന് പോയാൽ എങ്ങനെ ശരിയാവും? അവർക്ക് വീടുകളെല്ലാം കാലിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ പുച്ഛത്തോടുകൂടി അതിഥി തൊഴിലാളികൾ, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ ബംഗാളികൾ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ ഒരു സാധാരണ എഞ്ചിനീയറേക്കാളും ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ട്. അവൻ കൂലിപ്പണിക്ക് പോയിട്ട് ഇന്ന് അവരുടെ സ്കിൽ ലേബേഴ്സിന്റെ നിങ്ങളൊന്ന് ഒരു ദിവസത്തെ കൂലി ഒന്ന് ആലോചിച്ച് നോക്കി, 1200, 1500, 2000 രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു എഞ്ചിനീയർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടായിരിക്കും അവർ മറ്റിടത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സംരംഭകത്വ കൾച്ചർ ഉണ്ടാവണം. നമുക്ക് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇതൊരു സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കണം, ബിസിനസ് എങ്ങനെ തുടങ്ങണം. യെസ്. അപ്പോൾ ഈ ബിസിനസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഇപ്പോൾ കുറേ ആളുകളെങ്കിലും ഇപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങണം, ഒരു ബിസിനസ്സുകാരനാവണമെന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ഫാമിലി, എൻ്റെ ഒരു നാട് ഈരാറ്റുപേട്ടയാണ്, അവിടെ കൂടുതൽ കച്ചവടക്കാരാണ്, നല്ല ഒന്നാം തരം കച്ചവടക്കാരെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ബിസിനസ്സുകാരനാവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന മേഖല ഇതാണ്. ചിലപ്പോൾ നാളെ ഭാവിയിൽ ഒരു ബിസിനസ്സുകാരനായേക്കാം. അപ്പോൾ ഈ ബിസിനസ് മൈൻഡ് എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണ്? അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടോ? അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുച്ഛമായൊരു ശമ്പളം കിട്ടും. ഇതുകൊണ്ട് നമുക്ക് തികയില്ല. 2, നമുക്ക് കാറ് വേണം, വീട് വേണം, ലോകം കാണണം, ഇതുപോലുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലേ, സമ്പാദ്യം ഉണ്ടാവണം, ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഒരു ജോലിയിലൂടെ അത് നേടാൻ പറ്റില്ല എന്ന് കാണുമ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുതലാളി വരുന്ന ബെൻസിലാണ്. അയാൾ തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും, അയാൾക്ക് വെൽത്ത് ഉണ്ട്, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ പലർക്കും അതുപോലെ ആകണം എന്ന ആഗ്രഹത്തിൽ നിന്നൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് വലിയൊരു ശതമാനം, ചെറിയൊരു ശതമാനമുണ്ട് അവർക്കിതിനോടൊരു പാഷൻ ഉണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു ബിസിനസ്സായി. അപ്പോൾ അതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഏറ്റവും ചുരുക്കിയ ഒരു വാക്കാണ്, ഒറ്റ വാക്കാണത്. സമൂഹത്തിലൊരു പ്രോബ്ലം ഉണ്ട്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയട്ടെ. എൻ്റെ ഫാദർ 2 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബെഡ് റിഡൻ ആയി. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കിടക്കണം. ഡോക്ടർ പറയുകയാണ് ഒരു 3 മാസത്തേക്ക് ഇനി എഴുന്നേക്കാൻ പാടില്ല, പിടിച്ച് നമ്മൾ യൂറിൻ പോലും അങ്ങനെ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ ബെഡ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കാണുന്നത് ഇങ്ങനെ പൊക്കിയെടുക്കുന്ന ബെഡ് ഉണ്ട്. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, എൻ്റെ മദറിനെ കൊണ്ട് പറ്റില്ല, ഞാൻ അവിടെയല്ല താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബെഡ് വാങ്ങിയാൽ തന്നെ ഇതൊരു 3 മാസത്തെ കാര്യമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് ലോങ് നമ്മുടെ വീട്ടിൽ ഈ കട്ടിലുകൊണ്ട് ഇടാനും പറ്റില്ല. ആ സമയത്താണ് ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കുന്നത്, ഓൺലൈനിൽ ഇത് റെന്റിന് കിട്ടുമോ? റെന്റിന് കിട്ടും. അപ്പോഴാണ് ഞാൻ ഈ ആളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം എൻ്റെ സ്പാർക്ക് സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്, എന്നെ അറിയാം, വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് എത്തിയത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വിദേശത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ്. അപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസിന് ഈ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാമൂഹിക സംഘടനകളൊക്കെ പണം കൊടുത്തുകൊണ്ട് ഇവർക്ക് കട്ടിൽ കൊടുക്കും, ഇവർ എവിടെന്നെങ്കിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഈ 3 മാസം കഴിയുമ്പോൾ ഈ കട്ടിൽ ഇവർ തിരിച്ചുകൊണ്ടെന്ന് കൊടുക്കും. ഞങ്ങൾക്ക് വേണ്ടെന്ന്, കാരണം വീട്ടിലിടാൻ സ്ഥലമില്ലെന്ന്. അപ്പോൾ ഇത് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് ചിന്തിക്കുകയാണ്, ഇത് കൊള്ളാമല്ലോ, നമുക്കിത് വാടകയ്ക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ സമൂഹത്തിലൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഇയാൾ കണ്ടുപിടിച്ചു, അത് ബിസിനസ്സായി അയാൾ സക്സസ്ഫുൾ ആയി. അതെ, ഇതാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ്, അങ്ങനെ ഒരു ചിന്തയിലൂടെ നിങ്ങൾ ബിസിനസ്സിൽ ഇറങ്ങാൻ വിജയിക്കാൻ സാധ്യത കൂടുതൽ. ഇപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ചിട്ടേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ 1 വർഷം 1.5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നൊരു കാര്യമാണ് നമ്മുടെ കല്യാണ ഡ്രസ്സ്. ഇപ്പോൾ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. അപ്പം ഞാനത് പുതിയതാണ് വാങ്ങിച്ചത്, അതൊരു ആഗ്രഹമായിരുന്നു, പുതിയ വാങ്ങിക്കണം എന്നുള്ളൊരു തോന്നൽ. പക്ഷെ ഞാൻ ആ സമയത്ത് അന്വേഷിച്ചപ്പോഴാണ് ഈ കല്യാണ ഡ്രസ്സ് പുതിയ വാങ്ങിക്കുന്നത് നമുക്കിനി ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, നമ്മൾ പിന്നീട് ഒരിക്കലും ഇത് ഇടാൻ പോകുന്നില്ല, വേണമെങ്കിലും ഒരു രസത്തിന് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഫോട്ടോഷൂട്ടിനോ മറ്റോ ഇട്ട് നോക്കാമെന്നുള്ളതല്ലാതെ. പക്ഷേ ഈ കല്യാണ ഡ്രസ്സ് വാങ്ങിയിട്ട് അത് വാടകയ്ക്ക് കിട്ടാനുണ്ട്, അത് വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. കല്യാണ ഡ്രസ്സ് നമുക്ക് കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ വാടകയാണ്, 6000, 10000, 12000, 20000 രൂപ ഒറ്റ ദിവസം ഇടുക, തിരിച്ചു വാങ്ങിക്കുക. അത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ബിസിനസ് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ നാട്ടിൽ നടന്ന എൻ്റെ കൂട്ടുകാരുടെ കുറേ അധികം വിവാഹങ്ങളിൽ ഇവര് കല്യാണ ഡ്രസ്സ് വാടകയ്ക്ക് വാങ്ങിക്കുന്നില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ കല്യാണം വർഷങ്ങൾ മുമ്പ് നടന്നതാണ്. ആ കോട്ട് എൻ്റെ മനസ്സിൽ എവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇന്നുവരെ ഇട്ടിട്ടില്ല.
കാരണം അത് ചെറുതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഫാഷൻ പോയിട്ടുണ്ടാവും, നമ്മൾ ഇടില്ല. ഇപ്പം താങ്കൾ പറഞ്ഞില്ലേ, താങ്കൾ പറഞ്ഞുകൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയൊരു കൾച്ചറാണ് സ്വർണ്ണാഭരണങ്ങൾ ഇടാതെ നമ്മളെ ഒരു കല്യാണ പെണ്ണിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതൊരു ഒരു എന്താ സ്ത്രീധനം എന്ന് പറയാം, അത് നിരോധിച്ചതാണെങ്കിൽ പോലും നമുക്ക് കാണാം അല്ലേ. എനിക്ക് പരിചയമുള്ളൊരു സംരംഭകനാണ്, അദ്ദേഹത്തിന് കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ ബ്രാഞ്ചുകളുണ്ട്. ഇമിറ്റേഷൻ ജ്വല്ലറിയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ട് ഇമിറ്റേഷൻ ജ്വല്ലറി കേട്ടിട്ടുണ്ട്. അതൊന്നുമല്ല, കല്യാണത്തിനിടാൻ പറ്റുന്ന, കണ്ടാൽ 10 or 20 പവനെന്ന് തോന്നുന്ന മാലയും ആര് പിടിച്ചു നോക്കിയാലോ സ്വർണ്ണം എന്ന് പറയുള്ളൂ. അപ്പോൾ എനിക്കത് പേരൊന്നും പറയാൻ പറ്റില്ല. സമൂഹത്തിലെ വലിയ ആൾക്കാരൊക്കെ അദ്ദേഹം പറയുകയാണ്, കല്യാണത്തിൻ്റെ തലേ 2 ദിവസം മുമ്പ് വന്ന് ഇതെല്ലാം സെലക്ട് ചെയ്ത് ഇവിടെ വെച്ച് ആ കല്യാണത്തിന്. കാരണം ഇന്നത്തെ ന്യൂജൻ പിള്ളേർ പറയുന്നത്, എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട, ഞാനിത് ഇടില്ല, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാശായിട്ട് തന്നാൽ മതി എന്ന് പറയുന്നത്, നല്ല സ്ഥലമായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടെന്ന് ഇതൊന്നും. അപ്പോൾ അവർ ഇടുകയില്ല. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് വേണ്ടി ഇത് വാടകയ്ക്ക് കൊടുക്കുന്നൊരു ബിസിനസ്സുണ്ട്. താങ്കൾ ഈ പറഞ്ഞ പോലെ അതിന് നല്ല റേറ്റാണ്. പക്ഷേ എന്നിരുന്നാലും സ്വർണ്ണം വാങ്ങിക്കുന്നത് നല്ലത് ഇതാണല്ലോ. ഒരാരും അറിയുന്ന പോലും ഇല്ല. 2 ദിവസം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുത്താലും മതി. ഇനി ഇത് ചതിക്കലും അല്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പെണ്ണ് വീട്ടുകാരും ആണ് വീട്ടുകാരും തമ്മിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആരും ചതിക്കാനൊന്നുമല്ല. അവർ തമ്മിൽ അറേഞ്ച്മെന്റ് അവർക്കറിയാം ഇതിങ്ങനെയാണ്. കാരണം സൊസൈറ്റിയിൽ കാണിക്കാൻ വേണ്ടിയായിരിക്കും. അത് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ബിസിനസ് മോഡലാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതാണ് ബിസിനസ് മൈൻഡ്. അതെ, അങ്ങനെ പറയുമ്പോൾ എനിക്കും ബിസിനസ് മൈൻഡ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നാൽ താങ്കളും വിജയിക്കാം. അതെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായും. ഓക്കെ, ഈ ജെൻസിയുടെ ഒരു കാര്യം, ഇപ്പൊ ജെൻസി തലമുറയാണല്ലോ. ഈ ജെൻസിക്ക് ഇപ്പൊ പണ്ടാണെങ്കിൽ അന്നത്തെ ജെൻസി 90, 80, 80s കിഡ്സ്, അപ്പൊ അവരൊക്കെ ആ കാലത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സർക്കാർ ജോലി ആയിരിക്കാം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം. പക്ഷെ ഇന്ന് നമ്മൾ ഒരു 90% ജെൻസിയോട് സംസാരിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവർ സർക്കാർ ജോലി ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് വേണ്ടി ജീവിക്കുകയോ ജീവിതം തുലയ്ക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബിസിനസ് മൈൻഡാണ്. ബിസിനസ് തുടങ്ങണം, ഒരു ചെറിയ എന്തെങ്കിലും ഒരു സംരംഭം, അതിപ്പോൾ ഒരു കഫേ ആയിക്കോട്ടെ, അങ്ങനെ പോലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജെൻസിയും ബിസിനസ്സും തമ്മിൽ ഭയങ്കരമായ അടുപ്പം ഉണ്ടായി വരുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ഈ ജെൻസീനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. 1995, 96 ഘട്ടത്തിന് ശേഷം ജനിച്ചവരെയാണ് ജെൻസി. ഈ 80കളിൽ ജനിച്ചവരാണ്. അപ്പോൾ 80s കിഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മില്ലേനിയൽ എന്ന് പറയുന്നത് 80-ന് ശേഷമാണ്. അതിനു മുമ്പ് 65-നും 79-നും ഇടയ്ക്ക് ജനിച്ചവരെ ജെൻഎക്സ് എന്ന് പറയാം. നമ്മൾ 3 തലമുറ, ജെൻഎക്സ് ഉണ്ട്, ജെൻ വൈ ഉണ്ട്, ജെൻസി ഉണ്ട്. ഇനി 2010-ന് ശേഷം ജനിച്ചവരെ ആൽഫ കിഡ്സ് എന്ന് പറയാം. ഈ ജെൻസിയുടെ പ്രത്യേകത, ഈ 1995, 96 കാലഘട്ടത്തിലാണ് നിങ്ങൾ കേരളം എടുത്ത ഇവിടെ മൊബൈൽ ഫോൺ വന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഈ മൊബൈൽ ഫോൺ കണ്ടു വന്നവരല്ല, ഇതിനിടയിൽ എവിടെ വെച്ച് കിട്ടിയതാണ്. പക്ഷേ ഈ ജെൻസി ജനിച്ച് വീണത് മൊബൈൽ ഫോണിലേക്കാണ്. അവരിത് ഉപയോഗിച്ച് തുടങ്ങി, ഫുൾ ടൈം അവരുടെ കയ്യിലുണ്ട്, ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചു, ഇത് നന്നായി അറിയാം. ഇവർ കാണുന്നത് മുഴുവൻ ഈ വിജയങ്ങളും ബിസിനസ്സുകളും ഇതൊക്കെയാണ്. അപ്പോൾ അവരുടെ മോഹം അതുണ്ട്. 2, അവർക്ക് മനസ്സിലായി മെറ്റ ഇതുപോലുള്ള ഫേസ്ബുക്ക് ഇതൊക്കെ വന്നപ്പോൾ അതിൻ്റെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളായി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാമെന്ന് അവർ പഠിച്ചു. അതുകൊണ്ട് തന്നെ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്താൽ തന്നെ അവർക്ക് ഫ്രസ്ട്രേഷനാണ്. കൃത്യസമയം, ഡിസിപ്ലിൻ, കറക്റ്റ് സമയത്ത് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ ഒരാൾ പറയുന്ന കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം. അപ്പോൾ ഇവർ നിന്ന് അട്രീഷൻ വളരെ കൂടുതലാണ്. ഇന്ന് ബിസിനസ്സിലൊക്കെ വരും പോവും, ജെൻസി വരും പോവും. ഇവരെല്ലാവരും, ഇപ്പം ഞാൻ തന്നെ ഒരു ട്രെയിനിങ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു മോഡ്യൂൾ ഹൗ ടു മാനേജ് ജെൻസി എന്നാണ്. എന്നുവെച്ചാൽ എല്ലാവരും ബുദ്ധിമുട്ടാണ്, എല്ലാവരും എന്നെ വിളിക്കുകയാണ്, ഇവരെങ്ങനെ മാനേജ് ചെയ്യും സാറേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഇവർ സംരംഭക മോഹികളാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ചെയ്യുന്നതെല്ലാം ബിസിനസ് അല്ല. ഇപ്പം നമ്മൾ വെറുതെ ഒരു ഇൻസ്റ്റയിൽ റീലിട്ട് കിട്ടുന്ന സാധനം എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡലല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആ ഫോർമാറ്റിനെ മാറ്റാൻ പറ്റണം. വെറുതെ നമുക്കൊരു ചെറിയ, അതിപ്പോൾ നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആണ്. റീൽ എടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പറയുന്ന ഒരു സെൽഫ് എംപ്ലോയിഡിന് തുല്യമാണ്. അത് ജീവിതകാലം മുഴുവൻ കിട്ടുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ആ രീതിയിലേക്ക്, അപ്പോൾ ജെൻസിയെ, ആ തലമുറയെ ഒന്ന് കൈ പിടിച്ച് അവരെ ഒന്ന് വഴികാട്ടിയാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഭാവി, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി മാറ്റും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആഗ്രഹമുണ്ട്. മുമ്പുള്ള തലമുറയ്ക്ക് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്, ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, സർക്കാർ ജോലിയാണെങ്കിൽ സന്തോഷമാണ്. എൻ്റെ ഒരു ബന്ധുവാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ബന്ധുവിൻ്റെ മോളാണ്. ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, അങ്കിളെ എങ്ങനെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറയും, മോളെ ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, എനിക്ക് സർക്കാർ ജോലി മതി. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ടല്ലോ എന്ന്. ആ കുട്ടി ആ ചെറുപ്രായത്തിൽ ആരാ അത് പറഞ്ഞു കൊടുത്തേ? അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വളരെ ചെറിയ കുട്ടികൾക്ക് പോലും ഒരു ചെറിയ ശതമാനത്തിലെങ്കിലും ഉണ്ട്. അതായിരുന്നു പഴയ തലമുറ. ഇന്ന് അങ്ങനെയല്ല ജെൻസി. അപ്പോൾ ഈ ജെൻസി അപ്പോൾ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്കത് വിജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ജെൻസിയെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ, ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ 80s ആയിക്കോട്ടെ, ഇതിൽ എല്ലാവരെയും അല്ല എങ്കിലും ഈ ജെൻസി അമ്മാവൻ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന കുറേ ആളുകൾ ഈ ജെൻസിയെ എല്ലാ തരത്തിലും അവർക്കൊരു കഴിവില്ല, ചുമ്മാ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് വേറൊരു പണിയില്ല, ഒരു താല്പര്യമില്ല, ഒന്നിനോടൊരു അങ്ങനെ പറഞ്ഞിട്ട് അവരെങ്ങ് മാറ്റി നിർത്തുന്നു. പക്ഷേ അങ്ങനാണോ? എന്നോട് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു ട്രെയിനിങ് കോച്ചിങ് രംഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്,
ഇന്ന് നമുക്കൊരു മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-12%, ചില സ്ഥാപനങ്ങൾ ഒരു 20% വരെയൊക്കെ ജെൻസി ആയി. അടുത്തൊരു 2-3 കൊല്ലം കൊണ്ട് ഇത് 50-80% വരെ ആവാം. കാരണം ഇവരെ ഇനി മാർക്കറ്റിൽ കിട്ടാനുള്ളത്. ഇപ്പൊ ഈ മുന്നേ മതി അല്ലേ, ആളുകൾക്ക് ഇവരെ മതി. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാരുടെയെങ്കിലും കീഴിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ടുള്ളൊരു എംപ്ലോയി കൾച്ചർ എന്ന് പറഞ്ഞാൽ, താങ്കളൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, താങ്കളൊരു ജെൻഎക്സോ ജെൻവൈ ആണെന്ന് വിചാരിക്കും, താങ്കൾക്കൊരു ശമ്പളം ചോദിക്കണമെങ്കിൽ അതൊരു മയത്തില് മുതലാളിയുടെ മാനേജറുടെ മൂഡ് നോക്കി സാറേ തലയൊക്കെ ചൊറിഞ്ഞ് നിന്നേ സംസാരിക്കുള്ളൂ. ഇവരങ്ങനെയൊന്നുമില്ല. അവർ നേരിട്ട് വന്നിട്ട് ചോദിക്കും സാലറി കൂട്ടുമോ. അവർ നേരിട്ട് ചോദിക്കുന്നത്. ദേ ഡോണ്ട് ഹാവ് ഫിയർ. അതായത് അതുണ്ടല്ലോ ശരിക്കും അവർക്ക് എന്താണ് പേടിക്കേണ്ട കാര്യം, ഇതല്ലെങ്കിൽ എനിക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്. അത് കോൺഫിഡൻസ് അല്ലേ? അത് കോൺഫിഡൻസ്. ഇവർ ഇട്ടിട്ട് പോകാൻ തയ്യാറാണ്. അപ്പൊ ഇത് മുൻതലമുറയിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാലത്ത് എഴുന്നേറ്റ് വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഇവൻ റിസൈൻ ചെയ്തു. അല്ലെ കാലത്ത് എഴുന്നേൽക്കുമ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത് ഞാനിന്ന് ലീവാണ്. അല്ല അത് ഇത്രയും ഓപ്ഷൻസ് ചുറ്റുമുള്ളത് കൊണ്ടാണോ അതോ എന്നിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണോ? ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ഇതില് മുൻതലമുറയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ മുൻതലമുറ മുഴുവൻ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ല, ഇവരൊന്നും ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഇവരൊരിക്കലും ഇവരിലേക്ക് വരില്ല. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ, ഈ ജെൻഎക്സും ജെൻവൈ ഇവരുടെ ലെവലിലേക്ക് ഇറങ്ങി നിന്ന് ഇവരെ പഠിക്കണം, ഇവരെ ശീലങ്ങൾ പഠിക്കണം. ഇനി പഴയ പോലെയല്ല. പല കമ്പനികളും ഞാൻ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലത്ത് കാണുന്നുണ്ട്, കൃത്യസമയത്ത് വരുന്നില്ല. പണ്ടൊരു സിസ്റ്റം ഉണ്ട്, 9:35 വന്ന 5 മിനിറ്റ് ലേറ്റ് ആയതിന് ഫൈൻ അടിക്കും, സാലറി പിടിക്കും. ആ സിസ്റ്റം ഒക്കെ പോയി. ഇപ്പോൾ കമ്പനികൾ 8 മണി തൊട്ട് 6 മണി വരെ കമ്പനി ഓപ്പൺ ആണ്, അതിനിടയിൽ എത്ര മണിക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്തിട്ട് പോവാം. സിസ്റ്റങ്ങൾ അങ്ങനെയായി. അപ്പോൾ എല്ലാം നമ്മൾ ഇവർക്കനുസരിച്ചിട്ട് സിസ്റ്റവും പ്രോസസ്സും മാറ്റി നമ്മളെ പാരൻസ്, ഞങ്ങളൊക്കെ പാരൻസ് പഠിപ്പിച്ചെന്ന അതേ വാല്യൂസ് ഇവരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി എന്നാണ് ഇതിനു മുമ്പ് ബോസ് എന്നോട് പറഞ്ഞത്. എനിക്കിത് എൻ്റെ ഓഫീസിലെ ജെൻസിനോട് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ടെന്ന് പറയുമ്പോൾ തന്നെ ഇയാൾ രാജിവെച്ച് പോയി ഞാൻ എന്ത് ചെയ്യും? അതാണ് സിറ്റുവേഷൻ. അതെ, ജെൻസിയെ നമ്മൾ കുറ്റം പറയുന്നതിന് പകരം ജെൻസിയെ പഠിക്കുക, അവരെ കൂടെ നിൽക്കുക, അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല തലമുറയാണ്. അതായത് ഈ ജെൻസി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ദിവസവും 10-30 പേര് രാജിവെച്ച് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് ആ സ്ഥാപനത്തിന്റെ കുറ്റമല്ല, അത് ആ സ്ഥാപനത്തിലെ മാനേജറോ അല്ലെങ്കിൽ അതിന്റെ ഒരു ലീഡർ ആരാണോ അവരുടെ കുറ്റം. കാരണം ഇന്ന് വരെ ഒരു ഓർഗനൈസേഷനിൽ നിന്നും ഒരാളും രാജിവെച്ച് പോയിട്ടില്ല. അയാൾ രാജിവെച്ച് പോയത് അയാളുടെ ആ മാനേജറോ ലീഡറിൽ നിന്നാണ്. അയാൾക്ക് ഇയാളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ഥാപനങ്ങൾ മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ റിപ്പോർട്ടറിൽ നിന്ന് ഒരാൾ രാജിവെച്ച് പോകണമെങ്കിൽ ആ മാനേജർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം വേറെ കരിയർ ഓപ്ഷൻ കിട്ടിയത് കൊണ്ടാണെന്നുള്ളത്. ശരി, ഓക്കെ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞു വിട്ടൊരു ചോദ്യം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ബിസിനസ് മൈൻഡാണ്, വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു സംരംഭകയായി മാറും എന്നത് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഓൺലൈൻ ബിസിനസ് ആണോ ഓഫ്ലൈൻ ബിസിനസ് ആണോ, ഇതിലേതാണ് ഈ 2026 കാലത്ത് ഇതിലൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ ഏത് ചൂസ് ചെയ്യണം? ഇത് രണ്ടിൻ്റെയും ഗുണവും ദോഷവും എന്താണ്? നമുക്കൊരു വ്യക്തി ഓൺലൈൻ ചെയ്യണോ ഓഫ്ലൈൻ ചെയ്യണോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തിയ ബിസിനസ് മോഡൽ എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണത്തിന് താങ്കളുടെ വൈഫിന് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ സാരി ഓൺലൈനിൽ വിൽക്കാം, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഓക്കെ. 2, നമ്മുടെ ഈ കൊച്ചിയിൽ കാണുന്ന പോലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ഷോറൂം ഇട്ടും വിൽക്കാം. ഇത് രണ്ടാണ്. അപ്പോൾ ഈ ഓൺലൈനിലെ സാധ്യതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി വലിയ ഷോറൂം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഇൻവെൻട്രി വേണ്ട, മാൻ പവർ വേണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. ഓൺ ദി അതർ സൈഡ് അതിൽ ഓൺലൈനിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരണമെങ്കിൽ ആ ആൾക്കാരെ, അതായത് ടാർഗറ്റ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന റീലുകൾ ഇടേണ്ടി വരും. അത്തരം നല്ല ട്രെൻഡി ആയിട്ടുള്ള സാരികൾ നമ്മുടെ അടുത്തുണ്ടാവണം. നമ്മൾ പെട്ടെന്ന് ഒന്നുമില്ലാത്ത നമ്മൾ പെട്ടെന്ന് ഒരു മോഡൽ ആവേണ്ടി വരും. ഇത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കേണ്ടി വരും, റീൽ എടുക്കേണ്ടി വരും. ഇത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് ഓൺലൈനിൽ ഓർഡർ വന്നാൽ അവിടെയും സിസ്റ്റം പ്രോസസ്സ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ അവിടെ സ്പീഡാണ്. ഒരു ഓർഡർ കിട്ടി പിറ്റേ ദിവസം കിട്ടിയില്ലെങ്കിൽ താഴെ പൂരത്തെറിയ വരുന്നത് തട്ടിപ്പാന്ന് പറയും. ഇത് വളരെ സൂക്ഷിക്കണം. ഇനി ആ ക്വാളിറ്റി മോശമാണെങ്കിൽ തീർന്നു. പക്ഷെ ഒരു കടയിൽ വന്ന് ഒരു ജനം മുഴുവൻ വന്നിട്ട് ചീത്ത പറയുന്നില്ല. സാരി മോശമായി എന്തെങ്കിലും വന്നാൽ തന്നെ തിരിച്ചു ചെല്ലുമ്പോൾ അവർ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന് റിസ്ക്കും ഇതൊക്കെ വേറെയാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ കുറവാണ്. പക്ഷെ വിജയ സാധ്യത എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടിനും തുല്യമാണ്. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ താങ്കൾ പറയുന്ന പോലെ തന്നെ എനിക്കറിയാവുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ സൈലം, എൻട്രി ആപ്പ്, നിരവധി കമ്പനികളുണ്ട്. ഇവരൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവർക്കിപ്പോൾ പണ്ടൊക്കെ ഓൺലൈനായിരുന്നു, ഇപ്പോൾ ഹൈബ്രിഡ് മോഡലുകളായി ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. ഞാൻ ഇന്ന് സംസാരിച്ച് വരുമ്പോഴത്തേക്കും കാലത്ത് റിപ്പോർട്ടറിൻ്റെ നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നതാണ്, ആശ ബിനീഷ്. അദ്ദേഹം കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ഒരു സംരംഭം നടത്തുന്ന ഒരു വനിതാ സംരംഭകയാണ്. അദ്ദേഹം ഒരു വീട്ടമ്മയാണ്. അദ്ദേഹം കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ PSC കോച്ചിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്.
PSC കോച്ചിങ് കിട്ടി, പക്ഷേ ജോലിക്ക് ചേർന്നില്ല. അതിനൊരാലോചിച്ചു എന്തുകൊണ്ട് എനിക്ക് വേറെ ആൾക്കാർക്ക് PSC കോച്ചിങ് കൊടുത്തുവിടാം. ആ ചിന്തയിൽ അദ്ദേഹം തുടങ്ങി. ഇന്ന് 100-300 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിജയം ഓൺലൈനാണ് കൂടുതലും. രണ്ടിനും സാധ്യതയുണ്ട്. രണ്ടിനും സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും. രണ്ടും തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങി, അത് ഒരുപാട് വികസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളത് ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കുന്നതാണോ, ഫ്രാഞ്ചൈസി മോഡൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ നമ്മളായിട്ട് തന്നെ നേരിട്ട് പരമാവധി ഓടിയെത്താൻ പറ്റുന്നിടത്തെല്ലാം ഓടിയെത്തി, അതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലായിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, പല രാജ്യങ്ങളിലായിക്കോട്ടെ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുണവും ദോഷവും എന്താണ്? ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് നോക്കി നടത്തുക എന്നുള്ളതിൻ്റെ? ഇത് രണ്ടും രണ്ട് കോൺസെപ്റ്റാണ്. ഇപ്പം നമുക്ക് ഫണ്ടുണ്ട്, നമ്മുടെ കയ്യിൽ സമയമുണ്ട്, നമുക്കൊരു വിഷനുണ്ട്, നമ്മുടെ തന്നെ ഷോറൂമുകൾ എല്ലായിടത്തും തുടങ്ങണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ അത് മാത്രം ഡിസൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് വേറൊരു മോഡലാണ്. എവിടെ നിന്നാണ് ഈ ഫ്രാഞ്ചൈസി എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്? നമുക്ക് ഫണ്ട് കുറവാണ്, പക്ഷെ നമ്മുടെ മോഡൽ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളൊരു ഫ്രാഞ്ചൈസി കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷോപ്പാണ്, ആ ഷോപ്പ് വിജയിച്ച് അതിൽ പ്രോഫിറ്റബിൾ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒരാൾക്ക് കൊടുക്കുക, അത് വിജയിച്ച് അയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് നോക്കുക, ഒരെണ്ണം കൂടി കൊടുക്കുക. അപ്പം നമ്മൾ 3 ഷോറൂമായി. ഇനി നമ്മൾ എല്ലാവരോടും വിളിച്ച് പറയാണ്, ഞാനത് തുടങ്ങിയിട്ട് വിജയിച്ചിട്ടുണ്ട്, ഞാൻ 2 പേർക്ക് കൊടുത്തവരും പൈസ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒറ്റ റീല് കണ്ടാൽ മതി, ആൾക്കാർ ഇവിടെ വരും. ഇത് പക്ഷേ വന്ന് 1 മാസത്തിനുള്ളിൽ വരണമെന്നില്ല, ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഫ്രാഞ്ചൈസി കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് അതിനൊരു കൃത്യമായൊരു SOP ഉണ്ടാവണം. നമ്മളിത് എങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ, നമുക്ക് വളരാൻ വേണ്ടി എന്നുള്ള രീതിയിലല്ല. ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് നമ്മളൊരു പാർട്ട്ണറാണ്. അയാൾ നമ്മളെ കണ്ടുകൊണ്ട്, അയാളും വീടിൻ്റെ ആധാരം വെച്ച് പണയം വെച്ച് ഭാര്യയുടെ എട്ടുതല ഒരു പണം വെച്ചിരിക്കുക, അയാളും ബിസിനസ്സിൽ ഇറങ്ങുന്നത്. അയാളെ ചതിക്കണം, അയാളുടെ പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ വളരില്ല. നമുക്കൊരു കൃത്യമായൊരു ബിസിനസ് മോഡലുണ്ട്, അത് വിജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസികൾ വരും. പക്ഷേ ലോകത്തെമ്പാടുമുള്ള ഫ്രാഞ്ചൈസികൾ എടുത്താൽ വിജയിച്ച കഥ പറയുകയാണെങ്കിൽ KFC ആയിരിക്കാം, മക്ഡൊണാൾഡ്സ് ആയിരിക്കാം, നിരവധി ഫ്രാഞ്ചൈസികളുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ വലിയ ഫ്രാഞ്ചൈസികളുടെ വിജയം വരാത്തതിൻ്റെ കാരണം ഒന്ന് മാർജിൻസ് കുറവാണ്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്കൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഇല്ല, മാർജിൻ കുറവാണ്, ഡിസിഷൻ അവർക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരോടും ചോദിക്കണം. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സ്മാർട്ടായിട്ടുള്ള ആളാണെങ്കിൽ വലിയ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുക. ഓക്കെ, സിസ്റ്റവും പ്രോസസ്സും പഠിക്കുക. കാരണം സിസ്റ്റം പ്രോസസ്സാണ് ഫ്രാഞ്ചൈസികളുടെ ഏറ്റവും നല്ല ഗുണം. വലിയ ബ്രാൻഡുകളുടെ പുറത്തുനിന്നുള്ള, എന്നിട്ട് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുക, അതാണ് ഏറ്റവും നല്ലതല്ലേ? സ്വന്തമായിട്ട് ബ്രാൻഡ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്വന്തം ബ്രാൻഡ് നമ്മുടെ കുഞ്ഞാണ്. വേറൊരാളുടെ കുഞ്ഞ് വേറൊരാളുടെ കുഞ്ഞാണ്. നമ്മുടെ ബ്രാൻഡിനാണ് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുള്ളൂ. ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകണം. അടുത്ത തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ സ്വന്തം ബ്രാൻഡ് തന്നെ വേണം. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴേ, ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ കയ്യിൽ പക്ഷേ എനിക്ക് ധൈര്യം കുറവാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, എൻ്റെ കയ്യിൽ ധൈര്യമുണ്ട്, എനിക്ക് ബിസിനസ് തുടങ്ങി ജയിക്കാൻ പറ്റുന്ന ധൈര്യമുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മളൊന്ന് ബാലൻസ്? നല്ലൊരു ചോദ്യമാണ്. കാരണം ഇതിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട, ബിസിനസ് തുടങ്ങാൻ ആദ്യം വേണ്ടത് പണമല്ല, നല്ല ആശയമാണ്. എല്ലാവരും വിചാരം ആദ്യം എനിക്ക് വേണ്ടത് പണമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ പണമുള്ളവരെല്ലാവരും ബിസിനസ് തുടങ്ങണമല്ലോ. എനിക്കറിയാവുന്ന എത്രയോ സുഹൃത്തുക്കൾ FDയും കിട്ടിയിട്ട് വെറുതെ ഷെയറിലിട്ടിട്ട് വെറുതെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ അവരല്ല, പണമല്ല പ്രശ്നം, നമുക്കൊരു ആശയം. ഈ ആശയമാണ് നമുക്ക് ധൈര്യം തരുന്നത്. ശ്രദ്ധിക്കണേ, ആശയമാണ് ധൈര്യം തരുന്നത്. ഇത് കൊള്ളാം, ദിസ് ഇസ് എ പവർഫുൾ ഐഡിയ, ഇതുമായി ഞാൻ ഇറങ്ങിയ ഈ ലോകം മാറ്റും. മാർക്ക് സക്കൻബർഗ് പറയുകയാണ്, ഞാൻ ഈ ഫേസ്ബുക്കായിട്ട് ഇറങ്ങിയ ലോകം മാറ്റും എന്നൊരു തീരുമാനമുണ്ട്. അവിടെ നിന്ന് ഫണ്ടിങ് വരും. അതെന്താ? ആദ്യത്തെ ഫണ്ട് ഒരിക്കലും പുറത്തുനിന്നല്ല വരിക. ആദ്യം നമ്മുടെ വീടിന്റെ അമ്മ അച്ഛൻ കൈകൂപ്പി നിൽക്കുന്ന ഒരു നിപ്പുണ്ട്, അതാണ്. അടുത്ത സുഹൃത്തുക്കളാണ്, പറ്റാവുന്ന നമ്മുടെ സേവിങ്സ് ആണ്, എവിടെന്നെങ്കിലുമൊക്കെ ഇത് തുടങ്ങുക എന്നുള്ളതാണ്. ഈ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റുള്ളവരോട് പറയണതാ, ഞാനൊരു സാധനം തുടങ്ങിയിട്ടുണ്ട്, ഇത് ശരിയായ ദിശയിലാണ് പോകുന്നത്, എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്, ആൾക്കാർ സഹായിക്കും. ഇന്ന് പണമല്ല പ്രശ്നം, ആശയമാണ്. നല്ലൊരു ആശയം ഉണ്ടെങ്കിൽ ഫണ്ട് ചെയ്യാൻ എത്രയോ ആൾക്കാർ ഇവിടെ മാർക്കറ്റിലുണ്ട് സുഹൃത്തെ. ആശയവും ധൈര്യവും ഉണ്ടെങ്കിൽ, ആ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ പലരും പണം ഉണ്ടായിട്ട് ഇറങ്ങാത്തത്. ആശയവും ധൈര്യവും ഉണ്ടാവണം. അപ്പൊ ആശയമുണ്ട്, ധൈര്യമുണ്ട്, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോന്നേ ഞാൻ പറയുള്ളൂ. പണം വരും. പിന്നെ ഈ ബിസിനസ്സിലെ നമ്മുടെ ഒരു അത്യാർത്തി ഒഴിവാക്കി ഒരു ക്ഷമ വേണം, അല്ലേ? അത് പതിയെ 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 കാല് വെച്ച് പോയാൽ ഒരു വലിയ വിജയം വരും. അതെവിടെ നിന്നാണ് ഈ തുടങ്ങുന്നതെന്ന് പറയും. അതും നമ്മുടെ ജെൻസിയോട് കണക്ട് ചെയ്യാം. കാരണം പലർക്കും ഒരു ബിസിനസ് തുടങ്ങിയാൽ അപ്പം തന്നെ വിജയിക്കണം, കോടീശ്വരനാകണം. ആദ്യം തന്നെ ബെൻസ് എടുക്കണം, BMW എടുക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സ് വേണം, എബ്രോഡ് പോകണം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മാറണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഇവർ ഔട്ടർ വേൾഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പഴയ ബിസിനസ്സുകാരെ കണ്ടുപിടിക്കുക. എല്ലാ നല്ല വിജയിച്ച പഴയ ബിസിനസ്സുകാരും ഏറ്റവും അവസാനമാണ് നല്ലൊരു ലക്ഷറി കാർ വാങ്ങുക, ഏറ്റവും അവസാനം നല്ലൊരു വീട് വയ്ക്കുള്ളൂ. കാരണം അവർ ആ പണം
ബിസിനസ്സിൽ തന്നെ നിക്ഷേപിക്കുകയുള്ളൂ. അത് ആ ബിസിനസ്സിലിട്ട് വളർത്തിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ്. അവർക്ക് ക്വിക്ക് മണി പെട്ടെന്ന് അങ്ങനെ ഒരു വിജയമില്ല. ഇനി ഏതൊരു ബിസിനസ് തുടങ്ങാൻ എനിക്ക് 100 കണക്കിന് മെസ്സേജുകളും കോളുകളും വരാറുണ്ട്. സാർ എൻ്റെ കയ്യിൽ ഒരു ആശയമുണ്ട് ബിസിനസ്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നതെന്നറിയോ, മോനെ 3 വർഷം 5 പൈസ വരുമാനം ഇല്ലാണ്ട് ഇത് നടത്തിക്കൊണ്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ? അടി കിട്ടും, തോൽവി ഉണ്ടാവും. അല്ല സാറേ അങ്ങനെ പിടിച്ചു നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞാൽ ഇറങ്ങരുത്. കാരണം എന്തറിയോ, ഒരു 1 to 3 years ഇതിൻ്റെ ഇൻക്യുബേഷൻ ടൈമാണ്. വിജയിക്കോ പരാജയപ്പെടുന്ന ഒരു ഉറപ്പുമില്ല. ഇനി ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പ്രേക്ഷകരും. നമ്മൾ എന്ത് സ്റ്റാർട്ടപ്പ് വെച്ച് നടത്തുമ്പോഴും അതൊരു ബിസിനസ് അല്ല. ഒന്നുകൂടെ, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് അല്ല, ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ പരീക്ഷണം നടത്തിയിട്ട് അത് വിജയിച്ചു എന്ന് തോന്നുമ്പോൾ ഇത് പൊളിക്കണം. ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് ഇപ്പം എന്നെ തെറി വിളിക്കാൻ തുടങ്ങില്ല. എങ്ങനെ ഈ സ്റ്റാർട്ടപ്പ് നടത്തി വിജയിച്ചു എന്ന് തോന്നുമ്പോൾ ഇത് പൊളിക്കണം. കാരണം ഇനി ബിസിനസ് ആക്കണം. ഈ സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മുടെ ആശയങ്ങളാണ്. ഈ ബിസിനസ് ആവുന്നത് എങ്ങനെയാണ്? ഇവിടെ വെച്ച് പൊളിച്ചിട്ട് ഇനി ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് സിസ്റ്റവും പ്രോസസ്സും കൊണ്ടുവന്ന് ഇത് വളർത്തണം. ഈ സ്റ്റാർട്ടപ്പ് മോഡലിൽ ബിസിനസ് വളരില്ല. അപ്പം ആദ്യം ഇവിടം വരെ എത്താനുള്ള ഒരു പീരീഡ് ഉണ്ട്. അവിടെ അടി കിട്ടും, ഫെയിലിയർ ഉണ്ടാവും, നാട്ടുകാരെ മുഴുവൻ എഗെയിൻസ്റ്റ് ആവും, കടം വാങ്ങേണ്ടി വരും, പുറത്തിറങ്ങാൻ പറ്റില്ല, ഇതൊക്കെ ഉണ്ടാവും. ക്ഷമയുണ്ടോ? പിടിച്ചു നിൽക്കാൻ ക്ഷമയുണ്ടോ? ഇവിടെ നിന്ന് തിരിഞ്ഞു പോരുത്. ഒരു ലെവലുണ്ട്. ഇതങ്ങോട്ട് കടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഈ ഗ്രാവിറ്റി പോലെയാണ്. നമ്മൾ മുകളിലേക്ക് പോകുന്ന സാധനം റോക്കറ്റ് പോകുമ്പോൾ ഒരു ഗ്രാവിറ്റി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ എയറിൽ നമ്മളിങ്ങനെ പറക്കുന്നു പറയില്ല എന്ന് പറഞ്ഞ പോലെ ആ ഗ്രാവിറ്റി അവിടെ വിടുന്നത് വരെയുള്ളൊരു പിടുത്തം ഉണ്ടല്ലോ, അത് പിടിച്ചു നിൽക്കാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ ഏതൊരാളും ബിസിനസ്സിൽ വിജയിക്കും. നമ്മുടെ ഇപ്പോൾ മനസ്സിൽ ഇത് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ബിസിനസ്സുകാരുണ്ട്. ഇവരെല്ലാം ഈ ഒരു പീരീഡ് കടന്ന് അല്ലെ, ഈ ഒരു എന്താണ് ഈ എല്ലാ ഗ്രാവിറ്റിയും കഴിഞ്ഞ് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു വന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ മനസ്സിൽ എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്, 50,000 ഉള്ളൂ, 1,00,000 രൂപയൊക്കെ ഉള്ളൂ, എന്നെ കൊണ്ട് എന്ത് പറ്റും, ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് തുടങ്ങാൻ പറ്റുന്ന കേരളത്തിലൊരു ബിസിനസ് ഉണ്ടോ? അല്ല അങ്ങനെയുള്ളവർ ബിസിനസ്സുകാരനായാൽ അതിൽ റിസ്ക് ഉണ്ടോ? ഒരു 50,000 രൂപ എൻ്റെ ഉള്ളൂ, മറ്റു മാർഗ്ഗങ്ങളില്ലേ? വ്യക്തമായിട്ട് പറയാം. എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്, അതുകൊണ്ട് ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞ ഒരാൾ ആ ബിസിനസ് വിജയിപ്പിക്കില്ല. കാരണം അയാളുടെ മനസ്സിലെന്താണെന്നറിയോ, എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്, ഇത് എങ്ങനെയെങ്കിലും 1,00,000 ആക്കണം, അത് പിന്നീട് 10 ആവണം, 1 കോടി ആവണം, എനിക്ക് വീട് പണിയണം, ബെൻസ് വാങ്ങണം. അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ബിസിനസ് മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്, അത് ഏത് രീതിയിൽ തുടങ്ങണം. ഒരു ഉദാഹരണത്തിന് 50,000 രൂപയുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം, എന്നോട് ബിസിനസ് ആശയങ്ങൾ ചോദിക്കുന്നവരോട് സാർ എന്തെങ്കിലും ഒരു നല്ല ബിസിനസ് മോഡൽ പറയൂ, ഞാൻ പറയില്ല. കാരണം താങ്കൾക്ക് പറ്റിയ ഇണങ്ങിയ എന്ത് ബിസിനസ്സാണെന്ന് താങ്കൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ വളർത്താമെന്ന് ചിലപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ പറഞ്ഞുതരാം. പക്ഷെ അത് കണ്ടെത്തണമല്ലോ. 50,000 രൂപ ഇപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്, നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ്, ഓൺലൈനിലെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെറിയ സ്റ്റോക്കിൽ ചെയ്യാവുന്ന ഓൺലൈൻ ബിസിനസ്സാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 50,000 രൂപ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല. ഈ 50,000 എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടോ എന്ന് വെച്ചാൽ നമുക്കൊരു 50 ലക്ഷം എത്തിക്കാൻ പറ്റുന്ന, ടേൺ ഓവർ എത്തിക്കാൻ പറ്റുന്ന ബിസിനസ് മോഡൽ ഉണ്ടോ? അല്ലാതെ 50,000 രൂപ വെച്ച് ബിസിനസ് തുടങ്ങാമെന്നല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ പണം ഒരു പ്രശ്നമല്ലെന്നുള്ള എനിക്ക് മനസ്സിലായി. പണമോ ഇതൊന്നുമല്ല, നമ്മുടെ ഒരു ഫസ്റ്റ് ആശയം കോൺഫിഡൻസ് ഇതാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന ആളുകൾ പലപ്പോഴും ഞാൻ ഒരു തോൽവി ആയിപ്പോടാ, ഞാൻ പരാജയപ്പെട്ടു പോയി, ഒന്നും വേണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് ഇവർക്ക് അബദ്ധം പറ്റുന്നത്? എവിടെയും തുടക്കം ബിസിനസ്സിൻ്റെ ആവേശം ഉണ്ടാവും. നമുക്ക് ഈ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഈ ആവേശം പോകും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പണം, ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലുണ്ട്, പല ഫ്രസ്ട്രേഷനുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ആദ്യമേ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ ഫെയിലിയർ ഉണ്ടാവും. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്ന് പറയുന്ന പോലെ. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് പിടിച്ചു കയറേണ്ടത്? ഒരു കച്ചിത്തുരുമ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ തോൽവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ഞാൻ പറയും, ഒരു ബിസിനസ്സുകാരനും ഇന്ന് വരെ തോറ്റിട്ടില്ല. വീണ് കിടന്നിട്ട് എഴുന്നേക്കാത്ത ആളെ തോറ്റിട്ടുള്ളൂ. അത് ഉയർത്ത് എഴുന്നേറ്റ് വരണം എന്നുള്ളവൻ ആ സമയത്ത് ഹെൽപ്പ് ചോദിക്കണം, എഴുന്നേറ്റ് നിന്ന് കരഞ്ഞു വിളിക്കണം, എനിക്ക് സഹായം ആവശ്യമുണ്ട്, ആരെങ്കിലൊക്കെ വരുന്നേ. ആ സമയത്ത് ഞാൻ തോറ്റു എന്ന് പറയുന്ന സമയത്ത്, തോറ്റു എന്ന് സമ്മതിക്കാതെ ഞാൻ പഠിച്ചു. ഇപ്പം എപ്പോഴും തോൽവി എന്താണ്? നമുക്കൊരു തെറ്റ് പറ്റി, ഒരു തോൽവി പറ്റുമ്പോൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതെങ്ങനെ തിരുത്താം എന്നുള്ളതാണ്, അല്ലാതെ ഞാൻ തോറ്റുപോയി എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ബിസിനസ്സുകാരും ആത്മഹത്യ ചെയ്യണ്ടേ? അങ്ങനെയല്ലോ, തോൽക്കാത്ത ആരും തോൽക്കാത്ത ബിസിനസ്സുകാരനില്ലല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു ബിസിനസ് ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് പലരും പറയും നമുക്ക് വില കുറച്ച് വിൽക്കാം. അതായത് വില കുറച്ചിട്ട് ഒരു വിൽപ്പന കൂട്ടുന്നതാണോ, അതോ നമ്മുടെ വാല്യൂ കൂട്ടി നമ്മളതൊരു ബ്രാൻഡാക്കി വളർത്തുന്നതാണോ? ഇതിലേതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്? ഈ ചോദ്യം എല്ലാ സംരംഭകരും അറിഞ്ഞിട്ടിരിക്കേണ്ട കാര്യമാണ്. വില, നമുക്ക് വില കുറയ്ക്കാം. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ ഉൽപ്പന്നം വിറ്റുകൊണ്ടിരിക്കുകയാണ്, ഒരു സുപ്രഭാതത്തിൽ ആൾ വിചാരിക്കുകയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് 50% അങ്ങോട്ട് വിൽക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കാർ ഓടി വരും.
പക്ഷെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് പറയും ഇതെന്തോ കുഴപ്പമാണ്, എന്തോ കുഴപ്പം. കാരണം ഇന്നലെ തൊട്ട് അവൻ വിറ്റിരുന്ന 50% ആക്കിയിട്ട് എന്തോ കുഴപ്പമുണ്ട്, അതെ, ക്വാളിറ്റിയിൽ അതെ, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആ, പറയും. വില കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് കുറച്ച് സെയിൽ കൂടും, വൺ ടൈം പർച്ചേസ് ആണ്. ആ, ആ. പക്ഷെ നമ്മുടെ ഒരു ബ്രാൻഡാക്കി അതിന് മൂല്യം, ആ. കസ്റ്റമർ എന്തിനാണ് ഇവിടെ വരുന്നത്? എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. Yes. ഞാൻ ഉദാഹരണം പറയട്ടെ, ഇത് കൊച്ചിയിലല്ലേ ഇപ്പോൾ താമസിക്കുന്നത്. അതെ, അതെ. നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമ കാണാനായിട്ട്, ബാലൻ. ഈ ബാലൻ സിനിമ എന്ന് പറയുന്ന സിനിമ എറണാകുളം MG റോഡ് കവിതാ തിയേറ്ററിലും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സിനി പോളിസ് VIP യിലും ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, Yes. ഒരേ പടമാണ്. ഈ രണ്ട് സ്ഥലത്തെയും ടിക്കറ്റ് ഫെയർ ഒന്നാണ്. ഞാൻ 600 രൂപ കൊടുത്തിട്ട് സിനി പോളിസിൽ ഞാൻ പോയി അവിടെ VIP സീറ്റിലിരുന്ന് എൻ്റെ കൂടെ ഫാമിലി കാണുകയാണ്. തൊട്ടപ്പുറത്ത് അതേ ഷോ കവിതയിലും കാണുന്നുണ്ട്. എത്രയാണെന്ന് എനിക്കുള്ള 150-200 രൂപ ഉണ്ടാവും. അതെന്താ ഈ സിനി പോളിസിൽ 600 രൂപ കൊടുത്തത് കൊണ്ട് 10 മിനിറ്റ് കൂടുതൽ സിനിമ കാണിക്കുന്നില്ലല്ലോ. എക്സ്പീരിയൻസ് വാല്യൂ അഡീഷൻ കൊടുത്തത് കൊണ്ടാണ് അവിടെ പോയിരുന്ന് കാണുന്നത്. അപ്പം നമ്മുടെ ഉൽപ്പന്നം ഒരു ബ്രാൻഡാക്കി അതിന് ഒരു വാല്യൂ കൊടുത്താൽ അത് വാങ്ങാനും ഉണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, മാർക്കറ്റിൽ നമുക്ക് 4 തരം കസ്റ്റമേഴ്സ് ഉണ്ട്. ഒന്ന് ചീപ്പ് കസ്റ്റമർ എന്ന് വെച്ചാൽ ഇവർ എന്ത് സാധനവും ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് വാങ്ങും, അവർ അഫോർഡബിലിറ്റി എത്രയോ. ഇനി അടുത്തതുണ്ട് ചീപ്പുമാണ്, ബാർഗെയിനും ചെയ്യും അവർ, എന്ന് വെച്ചാൽ അതിന് കൂടി പിന്നെയും ബാർഗെയിൻ ചെയ്യാൻ. പിന്നെ ഒരു ഡീസൻറ്റ് കസ്റ്റമർ ഉണ്ട്, അവർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് നല്ല സാധനം നല്ല വില കിട്ടിയ വാല്യൂ ഫോർ മണി. ഇനി വേറൊരു കസ്റ്റമർ ഉണ്ട്, സാധനത്തിന്റെ ക്വാളിറ്റിക്കാണ് അവർ പറയുന്നത്. അതിൻ്റെ മുകളിലൊരാളുണ്ട് പ്രീമിയം ഹൈ ടിക്കറ്റ് കസ്റ്റമർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതൊന്നുമല്ല പ്രശ്നം, ഒരു എക്സ്പീരിയൻസ് ആണ് ആവശ്യം. അവർ പണമൊന്നുമല്ല നോക്കുന്നത്. ഇതിനെ എവിടെ കൊണ്ടുപോയാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ പൊസിഷൻ ചെയ്യുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് പോയി ചീപ്പ് പൊസിഷൻ അതിലാണ് പൊസിഷൻ ചെയ്തെങ്കിൽ അവർ ബാർഗെയിൻ ചെയ്യും, അതിൽ അവരെ കിടന്ന്. ഇനി അവിടെ പോയി കുസി പിടിച്ചിട്ട് നമ്മൾ പറയുകയാണ് എൻ്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആയി പോയി, കാരണം അവർക്ക് പ്രൈസ് മതി. അപ്പം നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ബ്രാൻഡ് ആവുന്നത്. യെസ്. ഓക്കെ. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, പിന്നീട് നമ്മളൊരു ടീം ബിൽഡ് ചെയ്യേണ്ടി വരും. ആ ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് പാർട്ട്നേഴ്സിന് വേണ്ടി വരും. പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ചോദ്യം എനിക്ക് തോന്നുകയാണ്. കാരണം എനിക്ക് തന്നെ അറിയാം, ഈ പാർട്ട്ണർമാരായി ബിസിനസ് തുടങ്ങിയ സുഹൃത്തുക്കൾ പിന്നീട് കാലാകാലം ഏറ്റവും വലിയ ശത്രുക്കളായി മാറുകയാണ്. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്? പാർട്ട്ണർമാരെ എങ്ങനെ തിരഞ്ഞെടുക്കണം? നമ്മളിൽ പല ആൾക്കാരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. ഈ ബിസിനസ് ഒറ്റയ്ക്കായിരിക്കും തുടങ്ങുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫണ്ടിൻ്റെ ആവശ്യം വരും, ഇവർക്ക് പണത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് ഫണ്ട് എവിടെ നിന്ന് ലഭിക്കണം എന്നറിയില്ല. അപ്പോഴാണ് ഒരാളെ കാണുമ്പോൾ അയാൾ പറയുകയാണ് ഞാനൊരു 25 ലക്ഷം രൂപ ഇടാം. ഇയാൾ നിവൃത്തികേട് കൊണ്ട് ഈ സ്ഥാപനത്തിന് 50% ഷെയർ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 50% ഷെയർ കൊടുത്ത്, എനിക്കറിയാവുന്ന പല സംരംഭകരുടെ കഥ തന്നെ ഞാൻ ഈ പറയുന്നത്, പേര് പറയാൻ പറ്റില്ല, നേരെ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നപ്പോൾ മറ്റവൻ ഈ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല, അവരുടെ ഒരു 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇവൻ എല്ലാ ദിവസവും ഇവൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അതെന്താ ചെയ്യുന്നത്, ഇതെന്തിനാണ്, അവിടെ എന്തിനാണ് ചെയ്യുന്നത്, ഇത് ഫ്രസ്ട്രേഷനായി, അവസാനം ഇത് തമ്മിൽ പ്രശ്നമായി, ഇത് അടിച്ചു പിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ട്ണർ ആരാണ്? ഒരു പാർട്ട്ണർ മൂല്യങ്ങൾ ഒന്നാണോ? ചോദ്യം നമ്പർ 1. നമ്മുടെ മൂല്യങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു പാർട്ട്ണറാണോ? മൂല്യം എന്ന് പറഞ്ഞാൽ 2 പാർട്ട്ണറുണ്ട്. ഒരാൾ അയാളുടെ ദൈവികമായ കാരണം കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ റിലീജിയസ് പരമായ കാര്യം കൊണ്ടോ മദ്യപിക്കാത്ത ഒരാളാണ്, മറ്റവൻ 2 ഡെയിലി അടിക്കുന്നവനാണ്. അപ്പോൾ ഈ മൂല്യം ചിലപ്പോൾ മാച്ച് ആവില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ മൂല്യങ്ങൾ മാച്ച് ചെയ്യും. 2 വിഷൻ, 2 പേരുടെയും ദീർഘവീക്ഷണം ഒന്നാണോ? ഇനി 3, ഏത് പാർട്ട്നേഴ്സിലും ഒരേപോലെ ജോലി അറിയുന്ന ഒരേ മേഖലയിലുള്ളവർ ചെയ്യരുത്. ഉദാഹരണത്തിന് 2 പേർക്ക് സെയിൽസ് ചെയ്യാൻ അറിയാം, അപ്പോൾ 2 പേരും കൂടി സെയിൽസിന് പോയിട്ട് കാര്യമില്ല, ഓഫീസുകാർ മാനേജ് ചെയ്യും. പക്ഷെ ഒരാൾക്ക് നന്നായി സെയിൽ ചെയ്യാൻ അറിയാം, മറ്റേ ആൾക്ക് ബാക്ക് ഓഫീസ് മാനേജ് ചെയ്യാൻ, പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാൻ അറിയാം. ഇത് കോംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി നീ ഇതാണ് മാനേജ് ചെയ്യുന്നത്, ഞാനിതാണ് മാനേജ് ചെയ്യുന്നത്. നമ്മൾ മീറ്റിങ്ങിന് ഇരിക്കും, നമ്മളിരുന്ന് 2 പേരും അപ്ഡേറ്റ് ചെയ്യും. ഇനി ഏറ്റവും അവസാനം വേണ്ടത് സുതാര്യതയാണ്. തുടക്കം തന്നെ വളരെ സുതാര്യമായിട്ട് ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുക, ഇന്ന കാര്യങ്ങളാണ്, അതിൽ എക്സിറ്റ് പ്ലാനും കുറിച്ചിട്ടുണ്ടാവണം. ഒന്നുകൂടെ, എക്സിറ്റ് പ്ലാൻ. ഏത് സാഹചര്യത്തിലായിരിക്കും നമ്മളിത് പിരിയുന്നത്, പിരിയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പിരിയും, കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും നമുക്കറിയാം. ഇത് ആദ്യമേ ഇതെന്താ പ്രശ്നം, ഇമോഷണലിയാണ് ഈ പാർട്ട്നേഴ്സിന് എടുക്കുന്നത്. നമ്മുടെ ഒരാൾ ഫ്രണ്ട് പറഞ്ഞു, അല്ല പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ എടുത്തു. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ സുഹൃത്തെ, നിങ്ങൾക്ക് പണമാണ് വേണ്ടത്, പാർട്ട്ണർ അല്ല. ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്ന റിട്ടേൺ കൊടുത്താൽ മതി, അയാളെ പാർട്ട്ണർഷിപ്പ് അല്ല കൊടുക്കേണ്ടത്, റിട്ടേൺ കൊടുത്താൽ മതി. അപ്പോൾ പാർട്ട്ണർഷിപ്പിന് പാർട്ട്ണർ ആവശ്യമുണ്ടെങ്കിലേ പാർട്ട്ണറെ എടുക്കാവൂ. ഇനി 2 പേര് ചേർന്ന് പോവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്യണമെങ്കിൽ മാത്രമേ ആളെ എടുക്കാവൂ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ് അടിച്ചു പിരിയും. അപ്പോൾ സത്യസന്ധത, ആത്മാർത്ഥത, മ്യൂച്വൽ റെസ്പെക്ട്, ഈഗോ എന്ന സാധനം ഇടയ്ക്ക് വരാനേ പാടില്ല. അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ അതുപോലെ തന്നെ അതിനേക്കാളും കൂടുതൽ വേണ്ടി വരും, അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം എന്താ അറിയോ, അത് നമ്മൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇത് 2 കുടുംബത്തിൽ നിന്നാണ് വരുന്നത്.
അതുപോലെ തന്നെ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും ഇവിടെ. ഓക്കെ. സമൂഹം മുഴുവൻ നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ എംപ്ലോയീസ് കാണും. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പിൽ ഇറങ്ങുന്നവർ വളരെ സൂക്ഷിച്ചിറങ്ങുക. യെസ്. അപ്പോൾ ഈ ബിസിനസ് ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ തുറന്നു പറയാൻ മടിക്കുന്ന എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടോ? അത് സത്യമാണ്, ഈ സംഭവം ഇതവിടെ ഉള്ളതാണ്, ബിസിനസ്സിൻ്റെ ഭാഗമാണ്, പക്ഷേ തുറന്നു പറയാൻ എല്ലാ ബിസിനസ്സുകാർക്കും മടിയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? എന്താണ് ഇതിലാദ്യം ഇവർക്ക് വന്ന പരാജയങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സക്സസ്ഫുൾ ഒരാളെ കാണുകയാണ്, നമ്മൾ നോക്കുമ്പോൾ യൂസഫ് അലി സാറിനെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ 7 ദിവസം കൊച്ചി ലൂലുവിൽ 1500 പേർക്ക് ട്രെയിനിങ് കൊടുത്താണ്. അപ്പം ഞാൻ അവിടെ മുഴുവൻ കേൾക്കുന്ന യൂസഫ് അലി സാറിൻ്റെ കാര്യങ്ങളാണ്. എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാണ്? കൊച്ചി ഹൗസ് ചിറ്റപ്പള്ളി സാറിനെ, ജോയ് ആലുക്കെ, നമ്മൾ വിജയിച്ച് കണ്ടിരുന്നല്ല വിജയങ്ങളെ കാണുന്നുള്ളൂ, പക്ഷെ ഇവരെ പരാജയങ്ങൾ കാണുന്നില്ല. ഒന്ന്, ഉറക്കമില്ലാത്ത രാത്രികൾ നമ്മൾ കണ്ടിട്ടില്ല, അവരെടുത്ത ത്യാഗങ്ങൾ കണ്ടിട്ടില്ല, അവരുടെ കുടുംബം അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ കണ്ടിട്ടില്ല, പരാജയങ്ങളുണ്ടായി, പൈസ പോയി, മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയപ്പോൾ അവരനുഭവിച്ച വേദനകളും കണ്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം ഓവർകം ചെയ്ത് ഉണ്ടായ വിജയം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇവർ തുറന്ന് പറയാൻ മടിക്കുന്നത് അവർക്ക് പറയാൻ മടിയുള്ളത് കൊണ്ടായിരിക്കില്ല. എന്തിനാണ് നമ്മുടെ കഷ്ടപ്പാട് വേറൊരാളെ അറിയിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിജയത്തിൻ്റെ പിന്നിൽ കുറേ ത്യാഗങ്ങളുണ്ടെന്നുള്ളതാണ്. അതവർ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും അതൊരു പറയണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെ, അവർ പറയുമ്പോഴത്തേക്കും അവരത് പറയുമ്പോഴേ ഒരുപക്ഷെ അതൊരു മോട്ടിവേഷൻ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ തുറന്നു വന്ന് പറഞ്ഞാലാണ് ഈ സമൂഹത്തിൽ മനസ്സിലാവുള്ളൂ ഇവരൊക്കെ എങ്ങനെ വിജയിച്ചു എന്നുള്ളത്. പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഉണ്ട്. ഓക്കെ. ഈ ബിസിനസ് തുടങ്ങാൻ ഞാൻ അല്പം ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ 30 വയസ്സിനൊരു പ്രായമല്ല, ഒരു 40 അല്ലെങ്കിൽ ഒരു 50 വയസ്സായി, എനിക്കൊരു ബിസിനസ് തുടങ്ങണം, ഞാൻ അല്പം വൈകിപ്പോയില്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? ഇത് ബിസിനസ് ഒരു പ്രായം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം 20 വർഷം മുമ്പായിരുന്നു. കാരണം ഇപ്പം അതിന് കായ് കിട്ടിയേനെ. രണ്ടാമത്തെ നല്ല സമയം ഇന്നാണ്. ഒരു ചൊല്ലാണത്, ഇന്നാണ്, ഈ നിമിഷമാണ് എന്ന് പറയുന്ന പോലെ ബിസിനസ് തുടങ്ങാൻ 20 കൊല്ലം മുമ്പ് വേണമെങ്കിൽ തുടങ്ങായിരുന്നു, പക്ഷേ ഏറ്റവും നല്ല സമയം ഇന്നാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഇത്രയും നാൾ നേടിയ എക്സ്പീരിയൻസ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇന്നല്ലേ. ഇനി പ്രായം നമ്മൾ കണ്ടുപിടിക്കണമെന്നേ. മമ്മൂക്കനെ, ലാലേട്ടനൊക്കെ ഈ പ്രായത്തിലും അവർ ഇന്ത്യൻ സിനിമയിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. അതെ, പ്രായം ഒരു നമ്പറാണ്. നമുക്ക് ഏത് കർമ്മമേഖലയിൽ ഇറങ്ങണമെങ്കിലും പ്രായമല്ല തടസ്സം, നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമുക്കൊരു ആശയമുണ്ട്, ആ ആശയം വിജയിപ്പിക്കണമെങ്കിൽ ഏത് പ്രായം? ലീലാകൃഷ്ണൻ നായർ, കേണൽ സാൻഡേഴ്സൺ, KFCയുടെ ഇവരൊക്കെ ഇറങ്ങുന്നത് 60കളിലൊക്കെയാണ്. അപ്പോൾ അതിന് അർത്ഥം എന്താണ്? നമുക്ക് പ്രായമല്ല, നമ്മുടെ മൈൻഡ് സെറ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമായെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പണ്ട് തൊട്ട് ബ്രിട്ടീഷുകാരുടെ സിസ്റ്റം ഉണ്ട്, ഒരു 55 വയസ്സാകുമ്പോൾ റിട്ടയർ ആവണം. അവർ കൊണ്ടുവന്ന സിസ്റ്റമാണ്. അപ്പോൾ ഒരു 55 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിചാരം എന്താ? നമ്മളൊരു 50കളിൽ 60കളിൽ എത്തിയ ആൾക്കാരെ നമ്മളെന്താ പറയുക? കിളവന്മാർ, വയസ്സന്മാർ. ഈ എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് പറയും. പല ആൾക്കാരും പറയാറുണ്ട് തീർത്ഥാടനത്തിന് പോകണം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കുറേ ഇങ്ങനെ രാമനാമം ജപിക്കണം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല ജീവിതം. ആക്ച്വൽ ജീവിതം എന്താണെന്നറിയോ? ഈ 50 കൊല്ലം 60 കൊല്ലം കൊണ്ട് നേടിയ എക്സ്പീരിയൻസും അനുഭവക്കുറിപ്പുകളും ഒക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സമയമല്ലേ അത്? എന്തെങ്കിലും തുടങ്ങാൻ പറ്റിയ സമയമല്ലേ? അതെ. അതിന് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്കത് കുറേ നാൾ നടത്താനും പറ്റില്ലേ, വേറൊരു തലമുറയ്ക്ക് കൈമാറാനും പറ്റില്ലേ? അങ്ങനെ ചിന്തിക്കുക. ഇത് പ്രായം ഒരു നമ്പറാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ബിസിനസ് തുടങ്ങാം. അതിന് നമുക്ക് മനസാന്നിധ്യം ഉണ്ടായാൽ വെറുതെ നമ്മൾ ആഗ്രഹം മനസ്സിൽ വെച്ച് ഇരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അതുപോലെ ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇന്ന് ചെയ്യുന്നത്, അല്ലേ? ഇന്നെങ്കിലും ചെയ്ത് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും. ഈ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആവുന്നതായിരിക്കും, ഒരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കും. നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങൾ മുഴുവൻ വരും. അതെ അതെ അതെ. നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്നും വരും. സംരംഭം തുടങ്ങുന്നത് അതിന് പ്രായമൊന്നും അല്ല തടസ്സം, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. യെസ്. അപ്പോൾ യൂത്ത് ആയിട്ടുള്ള ആളുകൾ, സംരംഭം തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അവർ ജീവിതത്തിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ചെയ്തിരിക്കേണ്ട, മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം ഇവർ. 2, നെറ്റ്വർക്ക് ചെയ്യണം. ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. വേറെ എന്തും അവിടെ നടന്നാലും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കച്ചവടം നടക്കണം. ഈ കച്ചവടം നടക്കണമെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പോൾ ഒന്ന്, ഇവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. 3, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. കിട്ടിയ പൈസ മുഴുവൻ അവരുടെയാണെന്നുള്ള ചിന്തയിൽ അടിച്ചു പൊളിക്കരുത്. നേരെ പോയി iPhone 17 Pro അല്ല വാങ്ങേണ്ടത്, അത് ഡിസിപ്ലിനോടുകൂടി. അപ്പോൾ എല്ലാ ദിവസവും ഡിസിപ്ലിനോടുകൂടി, ഫിനാൻഷ്യൽ ഡിസിപ്ലിനോടുകൂടി, പേഴ്സണൽ ഡിസിപ്ലിനോടുകൂടി, അതിനോടൊപ്പം തന്നെ കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ ഇവർ സമയം കണ്ടെത്തുകയാണെങ്കിൽ വളരും. കാരണം ഇന്ന് അവർ ചെയ്യേണ്ടത് അവരുടെ സ്ഥാപനം വളരണമെങ്കിൽ നല്ല എംപ്ലോയീസിനെ കണ്ടെത്തണം.
അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, ഇവരെ മേയ്ക്കാൻ പഠിക്കണം, ഓക്കെ. ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. നമ്മളൊരു ബിസിനസ്സുകാരനായിട്ട് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടാവണം. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. സ്ഥാപനത്തിലുള്ള ഓരോ ആളുകളുടെയും നമ്മുടെ സൗഹൃദ വലയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം. പക്ഷേ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ സപ്പോർട്ട്, ഒരു ബിസിനസ് കൾച്ചർ വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ സമൂഹത്തിലുണ്ടോ? ഞാനൊരു നല്ല ഉത്തരം പറയാം. ഒരു ബിസിനസ് വിജയിക്കാൻ 5 ആൾക്കാർ വളരെ പ്രധാനമാണ്. സത്യത്തോടെ കേൾക്കണം, 5 ആൾക്കാർ. ഇതിൽ ഏറ്റവും നമ്പർ 1 കസ്റ്റമറാണ്. നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നമോ സേവനമോ ആ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അയാൾ വേറെ ആൾക്ക് റെഫർ ചെയ്യുള്ളൂ, അയാൾ വാങ്ങുള്ളൂ. ഒന്ന് കസ്റ്റമറാണ്. 2 എംപ്ലോയീസ് ആണ്. കാരണം നമ്മളല്ല ഈ സ്ഥാപനം വളർത്തേണ്ടത്, നമ്മളാണ്. നമ്മളല്ല, എംപ്ലോയീസ് ആണ്. അപ്പോൾ ഈ എംപ്ലോയീസ് ഹാപ്പിയാണോ, അപ്പോൾ അവരെ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഇനി 3, നമുക്കൊരു ഉൽപ്പന്നമോ സേവനമോ തരുന്ന നമുക്കൊരു സപ്ലയർ ഉണ്ട്. അവരും നമ്മൾ തൃപ്തരാണ്, നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സപ്ലയർ തരുവുള്ളൂ. ഇനി 4 എന്ന് പറയുന്നത് നമുക്ക് പണം മുടക്കിയ ബാങ്ക് ആയിരിക്കാം, അല്ലെ നമ്മുടെ ഇൻവെസ്റ്റർ ആയിരിക്കാം, അവർ ഹാപ്പിയാണോ. 5, അറിഞ്ഞോ അറിയാതെയോ വേറൊരാളുണ്ട്, ഗവൺമെൻറ് നമ്മുടെ പാർട്ട്ണറാണ്. രജിസ്ട്രേഷൻ എടുക്കണം, GST അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഈ 5 പാർട്ട്നേഴ്സ് ഉണ്ട്. പക്ഷേ ഈ 5 കൂടി ചേർന്നിട്ട് പൊതുസമൂഹം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ നമുക്കൊരു കുഴപ്പമുണ്ട്. എല്ലാ ബിസിനസ് തുടങ്ങുന്നവരെയും അവർ ചിലപ്പോൾ ഒരു സംശയത്തിൻ്റെ കണ്ണോടുകൂടി കാണും, ഇയാളുടെ മോട്ടീവ് എന്താണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും, എനിക്ക് തോന്നുന്നത് കോഴിക്കോടൻ കണ്ടാണ്, ഒരാളൊരു പാവം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണം അടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ആളുണ്ട്. അങ്ങനെ പല ആൾക്കാർ സമൂഹത്തിൽ. അപ്പോൾ എനിക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, നമ്മൾ ആദ്യം സ്വന്തം കുടുംബത്തിലേക്ക് നോക്കുക. കുഞ്ഞുങ്ങളുണ്ടോ, അല്ലെ പേരക്കുട്ടികളുണ്ടോ? ഇവരൊക്കെ ഈ സമൂഹത്തിൽ വളർന്നു വന്നൊരു തൊഴിൽ നേടണമെങ്കിൽ സംരംഭകത്വ കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം. നമ്മൾ കേരളം വിട്ട് ഏത് സംസ്ഥാനത്തിൽ ചെന്നാലും നമ്മളൊരു ബിസിനസ്സുകാരനാന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെ ബഹുമാനിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഇവൻ എന്തോ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഒരു വല്ലാത്തൊരു രീതിയിലാണ്. അങ്ങനെയല്ല കാണേണ്ടത്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ബ്യൂറോക്രാറ്റ്സും, അതുകൊണ്ട് പറയണമല്ലോ, ബ്യൂറോക്രാറ്റ്സും സമൂഹമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളെ കാണുമ്പോൾ, 2 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം എന്ന് ഞാൻ പറയണം. കാരണം അവനൊരു ധൈര്യമുണ്ട്, 2 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്, 2 വീട്ടിൽ ചിലപ്പോൾ 10 പേർക്ക് അന്നം കഴിക്കാൻ ഇവൻ സഹായിക്കുന്നുണ്ട്. പുള്ളി അടിപൊളിയാണ്. അങ്ങനെയുള്ളവരെ സല്യൂട്ട് അടിക്കണം നമ്മൾ. അങ്ങനെയുള്ളവരെ കണ്ട ബഹുമാനിക്കാൻ പഠിക്കണം. അങ്ങനെ ബഹുമാനിച്ചാൽ ഇനിയും വരും തലമുറ ഇതിലേക്ക് ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങിയാലേ ഈ നാട്ടിൽ നിന്ന് പിള്ളേർ പോകാണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുള്ളൂ. യെസ്, ഓക്കെ. അപ്പോൾ ഒരു അവസാനത്തെ ഒരു ചോദ്യം. ഇപ്പോൾ താങ്കളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടാവും, ഷമീം റഫീഖ് ഒരു ബിസിനസ്സുകാരനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു കോർപ്പറേറ്റ് ട്രെയിനർ, ഒരു ബിസിനസ് കോച്ചൊക്കെ ആവണമെങ്കിൽ നമ്മൾ ഒരു വലിയ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്സുകാരനായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? എൻ്റെ ലൈഫ്, എനിക്ക് മറ്റുള്ളവരുടെ ലൈഫ് എനിക്ക് അറിയില്ല. ഞാൻ വളരെ ചെറിയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ സെയിൽസിലാണ് ആദ്യം ഇറങ്ങുന്നത്. അതിൽ സക്സസ്ഫുൾ ആയിരുന്നു. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരും ഞാൻ ഫോട്ടോ സഹിതം കാണിക്കാറുണ്ട് എൻ്റെ സെയിൽസിൽ. ഒരു 6 മാസം കൊണ്ടാണ് ഒരു മാനേജർ ആവുന്നത്. ആ സ്ഥാപനത്തിൽ തന്നെ 13 വർഷം ഞാൻ ആ കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. അവിടെ ഇരുന്നാണ് ഞാൻ ബിസിനസ് ചെയ്താണ് പഠിച്ചത്. ഞാൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിരുന്നു. ഒരു പ്രോഫിറ്റ് സെൻറ്റർ ആയിരുന്നു. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ടാസ്ക്. അവിടെ ഞാൻ ടീമിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് പഠിച്ചതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത്. എൻ്റെ സെയിൽസ് പ്രോഗ്രാം ഇന്ന് വളരെ സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ അവിടെ പറയുന്നത് ഞാൻ എങ്ങനെ വിറ്റു എന്നുള്ളതാണ്. അല്ലാതെ വേറെ ആളെ കാണിച്ചിട്ട് അയാൾ എങ്ങനെ വിറ്റു എന്നുള്ളതല്ല. ഒരു ബിസിനസ് എൻ്റെ കോച്ചിങ് ഉണ്ട്, ഈഗിൾ എന്നാണ് പേര്. അത് 112 ബാച്ചുകളിലായി 1650 പരം സംരംഭകർ ഈ കോച്ചിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് 20 രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അവരെൻ്റെ സെഷൻ കേട്ടിട്ട് ഇന്ന് വരെ എന്നെ തല്ലിയിട്ട് പോയിട്ടില്ല. കാരണം അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവ കുറിപ്പുകളാണ് പറയുന്നത്. ഒരു കച്ചവടം നടത്തണമെങ്കിൽ സെയിൽസ് എങ്ങനെ വരണം, എങ്ങനെയാണ് നല്ല സിസ്റ്റം പ്രോസസ്സ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്, എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും സമൂഹത്തിൽ ഒരു കോച്ചിൻ്റെ ആവശ്യത എന്നും ഉണ്ട്. അത് ഏത് മേഖലയിലും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും സ്വന്തം കഴിവ് കൊണ്ട് വളരാൻ സാധിക്കില്ല. ഇപ്പോൾ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു 6000 കോർപ്പറേറ്റുകളുണ്ട്. നമ്മൾ കേരളത്തിൽ നിങ്ങൾ ഏത് കമ്പനി പറഞ്ഞാൽ ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പറഞ്ഞാൽ ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവും. ഇത് കേൾക്കുന്നവർക്ക് അറിയാം, ഞാൻ അവിടെ പോയിട്ടുണ്ടാവും. എല്ലാ HR മാനേജർക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പഠിക്കുന്നതെന്ന് അറിയും, അവരെന്താ ചെയ്യുന്നത്, ഒരു സിസ്റ്റം പ്രോസസ്സും എന്താണ്, അവരെങ്ങനെയാണ് വളരുന്നത്. ഒട്ടുമിക്ക കമ്പനികളിലും ഞാൻ ചെല്ലുമ്പോൾ അവരുടെ ഓണേഴ്സ് എൻ്റെ അടുത്ത് അവരുടെ സ്ട്രാറ്റജികൾ പറയാറുണ്ട്, അവരുടെ വിഷൻ പറയാറുണ്ട്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഈ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിനോട് പറയുന്ന, മക്കളെ ഇങ്ങനെയൊക്കെയാണ് ഒരു കോർപ്പറേറ്റ് റൺ ചെയ്യുന്നത്, അവരുടെയൊക്കെ വിഷൻ ഇതാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ പോലുള്ള ആൾക്കാരുടെ, അതുകൂടാതെ എന്നെ പോലുള്ളവരും കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുക, ഒബ്സർവ് ചെയ്ത് മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്താൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രംഗത്തേക്ക് വരണമെങ്കിൽ താങ്കൾ ചോദിച്ച ഉത്തരം അനുഭവങ്ങളുണ്ടാവണം. നമ്മളെന്തെങ്കിലും ചെയ്ത് നോക്കണം. പുസ്തകത്തിൽ നിന്നും ChatGPTയും കിട്ടിയത് വെച്ചിട്ടൊന്നും ഒരു ട്രെയിനിങ് കോച്ചിങ് നടത്താൻ പറ്റില്ല. അനുഭവങ്ങൾ ഉണ്ടാവണം. ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ള കഴിവുണ്ടാവണം. ഒബ്സർവ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവരുമായി സംസാരിച്ച് പഠിച്ച്
അത് ഉറപ്പാണെങ്കിൽ മാത്രമേ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാവൂ. അല്ല മിസ്ഗൈഡ് ചെയ്യരുത്, ഗൈഡ് ചെയ്തില്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്യരുത്. ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ 20 രാജ്യങ്ങളിൽ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാം ഈ സംരംഭകരായിട്ടുള്ള അല്ലെങ്കിൽ ഈ എന്താണ് ബിസിനസ് മേഖലയിൽ പലതരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവും. അവരുമായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ മറ്റു പല രാജ്യങ്ങളിലും നമ്മുടെ കേരളത്തിലും ഉള്ള ഈ ബിസിനസ്സുകാർക്ക് ഇടയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ മൈൻഡ് സെറ്റിൽ വ്യത്യാസമുണ്ട്. കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ കേരളത്തിനെ നമ്മൾ അങ്ങോട്ട് അടച്ച് പറയും, ഇത് വളരെ മോശം സ്ഥലമാണ് ബിസിനസ് ചെയ്യാനെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഇവിടെ അട്ടിമറി പ്രശ്നമുണ്ട്, ഓക്കെ, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അങ്ങനെ പറയാനൊന്നും പറ്റില്ല. നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും ബിസിനസ് തുടങ്ങാൻ പ്രശ്നങ്ങളുണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇതേ പ്രശ്നമുള്ള സംസ്ഥാനത്ത് തന്നെയാണല്ലോ നമ്മൾ ഈ കണ്ട ബ്രാൻഡുകൾ, എത്രയോ ബ്രാൻഡുകൾ ഉയർന്നു വന്നിട്ടുണ്ട്, അതെ, എത്രയോ നല്ല ആൾക്കാർ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനം മോശമാണെന്ന് പറയില്ല, പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒറ്റ കാര്യമാണ്, അക്സെപ്റ്റൻസ് ഓഫ് സൊസൈറ്റി. അവരെ ഗവൺമെൻറ്റും ബ്യൂറോക്രറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, നമ്മളെവിടെ ചെന്നാലും കാണുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അവരൊക്കെ ബിസിനസ്സുകാർക്ക് വളരെ സപ്പോർട്ടീവാണ്. ഒരു കാര്യത്തിന് ചെന്നാൽ അപ്പം കാര്യം നടക്കും, ഓൺ ദ സ്പോട്ട് കാര്യം നടക്കും. അവർ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടായിരിക്കും ബഹുമാനം കൊടുക്കുന്നത്. ആ ഒരു കൾച്ചർ നമ്മുടെ ഇവിടെ ഇത്തിരി കുറവാണ്. ഓക്കെ, അതാണ് ഞാൻ വ്യത്യാസം കണ്ടിട്ടുള്ളത്. ഇനി 2, പുറത്തോട്ട് ഇറങ്ങിയാൽ നമ്മൾ റിസ്ക് എടുക്കാൻ ഭയങ്കര ധൈര്യമാണ്, എന്തു ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കും, ഇറങ്ങണോ, ഇറങ്ങിയാൽ വിജയിക്കുമോ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാര്യം ഇവിടെ നമ്മൾ ആൻസറബിൾ ആണ്. ദുബായിൽ പോയൊരു ബിസിനസ് തുടങ്ങി, സൗദി പോയൊരു ബിസിനസ് തുടങ്ങി, അയാൾ UK പോയി, ഓസ്ട്രേലിയ തുടങ്ങി, അവിടെ തുടങ്ങി പരാജയപ്പെട്ട ഇവിടെ ആരും അറിയാൻ പോകണമെന്നില്ല. നമ്മളിവിടെ പരാജയപ്പെട്ട നാട്ടുകാരും മുഴുവൻ അറിയും. ആദ്യം ഭാര്യ വീട്ടുകാരുടെ പ്രഷർ, വീട്ടുകാരുടെ പ്രഷർ, ബന്ധുക്കളായാലും ഈ ചിന്തയാണ്. ഞാൻ പറയുന്നത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ആരെയും ബോധിപ്പിക്കാനല്ല ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് ഇറങ്ങും. നമ്മളെന്തിനാ വേറൊരാളെ ബോധിപ്പിക്കുന്നത്? ഒരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ, ഞാനും നിങ്ങൾ അമാനുഷ്യരൊന്നും അല്ലല്ലോ, നാളെ നമ്മൾ മരിക്കും. എൻ്റെ ഒറ്റ ചോദ്യം, നമ്മൾ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ള ഭയത്തിലാണല്ലോ ഇരിക്കുന്നത്. ഞാനോ താങ്കളോ മരിച്ചാൽ ഒറ്റ ചോദ്യം ഇവിടെ ഇരുന്ന് ചോദിക്കുക, ഞാൻ മരിച്ചാൽ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരെങ്കിലും വരുമോ? 2, വന്നാൽ തന്നെ എന്ത് ചെയ്യായിരിക്കും? അവിടെ ഒന്ന് കരയോ? ആര് കരയാൻ? ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ കൂടെ വരുമോ? ഇതൊന്നും ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ കുടുംബത്തിനും കൊള്ളാം. ഇവരെ നമ്മൾ ആൻസറബിൾ അല്ല, സമൂഹത്തോട് ആൻസറബിൾ അല്ല. ഈ ചിന്ത കളഞ്ഞാൽ തന്നെ നമ്മൾ നല്ല സംരംഭകനാവും. യെസ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, ബിസിനസ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ഇത് കാണുന്ന അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ? തീർച്ചയായിട്ടും ഉണ്ടായി. ഇപ്പോൾ താങ്കൾ ചോദിച്ച പല ചോദ്യങ്ങളും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാർക്കും മനസ്സിൽ തോന്നിയ ചോദ്യങ്ങളായിരിക്കാം താങ്കൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ വളരെ പ്രസക്തമാണ്. യെസ്. ഇപ്പം ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് വന്ന ഒരു രീതിയിലല്ല പോയത്. എനിക്കിപ്പോൾ ഞാൻ അത്ര സൂക്ഷ്മമായിട്ട് കേട്ടു, കാരണം എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. അപ്പോൾ അത് ഒരു തുടർ ചോദ്യങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണെങ്കിലും തുടക്കത്തിൽ പ്രേക്ഷകർക്ക് കൊടുത്തൊരു വാക്ക് പാലിക്കാൻ നമുക്ക് രണ്ടുപേർക്കും സാധിച്ചു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഞാനും ഈ പറഞ്ഞ പോലെ 2018 സ്പാർക്ക് സ്റ്റോറീസ് കോഫി വിത്ത് ഷമീം എന്ന് പറഞ്ഞൊരു സ്പാർക്ക് ചാനലുണ്ട്. അതിലൂടെ ഒരു 582 ഇൻ്റർവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിരവധി നല്ല സംരംഭകർ അപ്പുറത്തെ സീറ്റിലിരുന്നുകൊണ്ട് ഞാനിതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം ആൾക്കാർ വരണം. യെസ്. താങ്കളെപ്പോലുള്ള ആൾക്കാർ. അപ്പം ഞാനൊരാൾ വിചാരിച്ചാൽ ഒരു 600 പേർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ടൊന്നും ഇവിടെ എല്ലാവരും എല്ലാ കഥകളും അറിയുന്നില്ല. നിങ്ങളും ഇതുപോലെ തന്നെ ഓരോ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി അവരുടെ കഥകൾ എന്താണ്, അവരുടെ ഫെയിലിയർ എന്താണ്, അവരുടെ വിജയം എന്താണ്, അവരെന്താണ് അവർ ചിന്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുത്താലേ സംരംഭകത്വ കൾച്ചർ നമുക്കുണ്ടാവുള്ളൂ. കാരണം നമുക്കിനി കുറേ സംരംഭകരോട് ആവശ്യമുണ്ട് സുഹൃത്തെ. യെസ്, ഉറപ്പായിട്ടും. അപ്പോൾ ഒരുപാട് സംരംഭകരുണ്ടാവട്ടെ. അപ്പോൾ ധൈര്യമായിട്ട് നല്ല ആശയത്തോടെ ധൈര്യം സംഭരിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുക. നിങ്ങൾ സക്സസ് ആവും, പണം നിങ്ങളെ തേടി വരും. നിങ്ങളെ ഇപ്പോൾ തള്ളിപ്പറയുന്ന ആളുകൾ പോലും നാളെ നിങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളും. നിങ്ങളുടെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ അവരും നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനെ വലിയ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ താങ്കൾക്ക് ഷമീം റഫീഖിന് ഇപ്പോൾ ഈ സംസാരിച്ചതുപോലെ തന്നെ ഒരു നല്ല ബിസിനസ് കോച്ചായി, നല്ലൊരു കോർപ്പറേറ്റ് ട്രെയിനറായി ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.